വചനത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഒരു വാക്കൂടെ കർത്താവിനോട് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ പിതാവേ, യേശുവേ, അവിടുത്തെ സാന്നിധ്യം അതെത്ര ഭയഭക്തിയാദരവോട് ഞങ്ങളായിരിക്കേണ്ടതാണ്. ഞങ്ങൾ തന്നെ അവിടുത്തെ മുമ്പാകെ താഴ്ത്തുന്ന, ഒരു പൂജ്യമായിട്ട് താഴ്ത്തുന്ന അവിടുത്തെ രക്തത്താൽ ഞങ്ങൾ ഓരോരുത്തരും കഴുകണം. സ്നേഹത്താൽ ഞങ്ങളെ നിറച്ചാട്ടെ. കർത്താവേ, അവിടത്തേക്ക് ഞങ്ങളോട് പറയാനുള്ളത് കർത്താവേ അങ്ങയിൽ നിന്ന് കേൾക്കുക. അവിടുത്തെ കർത്താവേ യാത്രകളിൽ നിന്ന് വരുന്ന ആ ലാവണ്യ വാക്കുകള്, കൃപയുടെ വാക്കുകള് കർത്താവേ, അത് തന്നെ കേൾപ്പാൻ, കൃപയുടെയും കാർപ്പിസത്തിന്റെയും വാക്കുകൾ കേൾപ്പാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ മുമ്പാകെ ഞങ്ങളെ തന്നെ താഴ്ത്തുന്നു. അവിടുന്ന് തന്നെ വെളിപ്പെടുന്ന എല്ലാ നിശ്ചയത്താനും വിലയേറിയ മാതിരിയുള്ള നാമത്തിൽ ആമേൻ. ആമേൻ. ഇന്ന് ഒരു വാക്കിനെ കുറിച്ച് പറയുക. നമ്മളെ ക്രിസ്തീയ കുലത്തില് എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കാ കൃപ. കൃപ, ഗ്രേസ്. കൃപ എന്നുള്ള വാക്ക് പലപ്പോഴും അത് കരുണ, കൃപ എന്നുള്ളതൊക്കെ നമ്മൾ ഇന്റർചേഞ്ചബിൾ ആയിട്ടൊക്കെ, അതായത് മറിഞ്ഞു തിരിഞ്ഞുമൊക്കെ പലപ്പോഴും ഉപയോഗിക്കാറുണ്ടെങ്കിലും പുതിയ നിയമത്തിൻ്റെതായ ഒരു ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള അതിൻ്റെതായ ഒരു പ്രത്യേകതയുള്ള ഒരു വാക്കായിട്ടാണ് ഈ കൃപ എന്നുള്ള വാക്ക് നമ്മൾ വചനത്തിൽ കാണുന്നത്. കൃപ എന്ന് പറയുമ്പോൾ അത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ് എന്ന് സൂചിപ്പിക്കുന്ന കാര്യം. അത് കർത്താവിന്റെ ശക്തിയാണ്, കർത്താവിന്റെ പ്രവൃത്തിയാണ്, കർത്താവിന്റെ ശക്തിയാണ്. പഴയ നിയമത്തിലും ആ വാക്കുകള് ഇപ്പൊ ഞാനിപ്പം ഈ കൃപ എന്നുള്ളൊരു വാക്കായതുകൊണ്ട് ഞാൻ കുറുവാക്യമായിട്ട് ഒരു പ്രത്യേകിച്ച് ഒരു വാക്യം എടുക്കുന്നില്ല. വേണമെങ്കിൽ നമുക്ക് Efesyർ 2:8 എടുക്കണമെങ്കിൽ എടുക്കാം. ഇപ്പൊ എപ്പോഴെങ്കിലും എല്ലാവർക്കും ഒരു കുറുവാക്യം വേണമല്ലോ. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മുടെ രക്ഷ തുടങ്ങുന്നത് തന്നെ ആ കൃപയിലാണെന്ന് പറയുന്ന Efesyർ 2:8 വാക്യം നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, എന്താ? കൃപയാലല്ലോ വിശ്വാസം മൂലം നമ്മൾ രക്ഷിക്കപ്പെട്ടത്. Efesyർ 2:8 വാക്യം, ഫോർ ബൈ ഗ്രേസ് യു ഹാവ് ബീൻ സേവ്ഡ് ത്രൂ ഫെയ്ത്ത് ആൻഡ് നോട്ട് ഓഫ് യുവർ സെൽഫ്, ഇറ്റ് ഇസ് എ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനം അത്രേ ആകുന്നു. അപ്പൊ നമ്മുടെ രക്ഷ തന്നെ കൃപയാലാണ്. കൃപ എന്ന് പറയുന്നത് ആര് പറഞ്ഞതുപോലെ അത് സ്വർഗത്തിൽ നിന്നുള്ള ദൈവത്തിന്റെ കരമാണ് കൃപയെങ്കിൽ, വിശ്വാസം എന്ന് പറയുന്നത് നമ്മളുടെ കരം, നമ്മളുടെ വിശ്വാസത്തിന്റെ കരം, നമ്മളുടെ കരം കർത്താവിന്റെ ആ കൃപാകരങ്ങളെ ചേർത്ത് പിടിക്കുന്ന, മുറുകെ പിടിക്കുന്ന നമ്മുടെ കരമാണ് വിശ്വാസം. അങ്ങനെ ആ കൃപയും വിശ്വാസം കൂടെ ചേരുമ്പോൾ നമ്മൾ രക്ഷിക്കപ്പെട്ടു. കൃപയാലല്ലോ വിശ്വാസം മൂലം നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നതും നമ്മൾ കാരണമല്ല. നമുക്ക് എന്തെങ്കിലും പുകഴാന് എനിക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു, അതുകൊണ്ട് എനിക്കെന്തോ വലിയ ഞാൻ വലിയ ആളാണ്, ഞാൻ വലിയ മേന്മയുള്ള ആളാണെന്ന് നമുക്ക് പറയാനില്ല. അത് അവിടെ നമ്മൾ വായിക്കുന്നത്. അത് നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനം അത്രയാകുന്നു. ആരും പ്രശംസിക്കാതിരിക്കാൻ, 9 വാക്യം, പ്രശംസിക്കാതിരിപ്പാൻ അത് പ്രശംസകളും പ്രവൃത്തികളും കാരണമല്ല. നമ്മളുടെ എന്തെങ്കിലും ഒരു സ്വയത്തിൽ നിന്നുള്ള ഒരു പ്രവൃത്തികൾ കാരണമല്ല, മറിച്ച് കർത്താവിന്റെ കൃപയാണ്, കർത്താവിന്റെ ഡൂയിങ് ആണ് കർത്താവിന്റെ കൃപ. ആ കൃപ എന്നുള്ള വാക്ക് നമ്മള് പഴയ നിയമത്തില് ആ കൃപ എന്നുള്ള വാക്കുണ്ടോ എന്ന് ചോദിച്ചാല്, പഴയ നിയമം എബ്രായ ഭാഷയിൽ ആദ്യം എഴുതപ്പെട്ടത്, പുതിയ നിയമം ഗ്രീക്ക് ഭാഷയിൽ ആദ്യം എഴുതപ്പെട്ടത്. അപ്പം ഗ്രീക്കില് കാരിസ് എന്നുള്ളൊരു വാക്ക കൃപ എന്നുള്ള വാക്കിന് ഉപയോഗിച്ചിരിക്കുന്നത്. കരിസ്മാറ്റിക് എന്നുള്ള വാക്കൊക്കെ നമുക്ക് വളരെ കരിസ്മയുള്ള ആളാ, കരിസ്മാറ്റിക്, ഗിഫ്റ്റഡ് എന്നൊക്കെയുള്ള അർത്ഥത്തിൽ ആ വാക്ക് നമുക്ക് പരിചയമുണ്ടായിരിക്കും. അതിൽ നിന്ന് ഇത് കാരിസ് എന്നുള്ള വാക്കിൽ നിന്ന് വന്നിരിക്കും, CHARIS, കാരിസ്. അപ്പൊ ആ ഗ്രീക്കിലുള്ള ആ പദം നമ്മളെ പുതിയ നിയമത്തില് അത് 156 തവണ പരിശുദ്ധാത്മാവ് 156 തവണ 156 ടൈംസ് ഈ കാരിസ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. പഴയ നിയമത്തില് പുതിയ നിയമത്തിൽ നിന്ന് പഴയ നിയമത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഗ്രേസ് എന്നുള്ളൊരു വാക്ക് കാണുന്നുണ്ട്. ഫേവർ എന്നുള്ള അർത്ഥത്തിലാണ് ആ ഗ്രേസ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. ഹെയിൻ എന്ന് പറഞ്ഞൊരു എബ്രായ പദമാണ്. ഹെയിൻ, എന്നൊക്കെ ഹെയിൻ എന്നൊക്കെ ആണ് അത് പ്രൊണൗൺസ് ചെയ്യുന്നതായിട്ട് സ്ട്രോങ് ഡിക്ഷണറിയിൽ പറയുന്നത്. അപ്പം പഴയ നിയമത്തില് ഹെയിൻ എന്നുള്ള വാക്ക് 69 തവണ വന്നിട്ടുണ്ട്. നോഹ ദൈവത്തിന്റെ, മലയാളത്തിൽ അത് കൃപ എന്നാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്, എനിക്കറിയത്തില്ല. ഉൽപ്പത്തി 6:9 നമ്മൾ നോക്കുവാണെങ്കിൽ നോവ ഫൗണ്ട് ഗ്രേസ് എന്നാണ് KJV-യിലൊക്കെ. NASB-യില് നോവ ഫൗണ്ട് ഫേവർ എന്നാണ് ഉൽപ്പത്തി 6:8 വാക്യം. എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു.
അപ്പം അവിടെയും കൃപയുണ്ടല്ലോ, അവിടെയും ഹെയ് എന്നുള്ള പദം, പിന്നെ കൃപ കൃപ എന്ന് ആർത്തുകൊണ്ടെന്നൊക്കെ പറഞ്ഞ് സെഖര്യാവിന്റെ പുസ്തകം 4-ാം അധ്യായത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം എന്നാ പുതിയ നിയമത്തിന്റെ ഒരു പദമാണ്, പുതിയ നിയമത്തിന്റെ ഒരു ഡിസ്റ്റിങ്റ്റീവ് പദമാണ് കൃപ എന്ന് നമ്മൾ പറയാൻ കാരണം, നമ്മുടെ സാങ്ക്വേർ എന്നൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. പഴയ നിയമത്തിന്റെ ഒരു ഓൾഡ് ടെസ്റ്റ്മെന്റ് വേർഡ് അല്ല ഗ്രേസ്, പുതിയ നിയമത്തിന്റെ പദമാണെന്ന് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, പഴയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു കൃപയാണ് പുതിയ നിയമത്തിൽ ദൈവവചനം പരിചയപ്പെടുന്നത്. അത് പറയുന്നതിന് എന്താ ആധാരം? വചനത്തിൽ എന്താ എവിടെ എഴുതിയിരിക്കുന്നു? യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിലേക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ ഈ കൃപയെക്കുറിച്ചൊരു, ഞാനിങ്ങനെ 1, 2, 3 എന്ന് പറയുന്ന നമ്പർ ചെയ്തപ്പോൾ ഒരു 12 കാര്യം വന്നു. 12 കാര്യത്തിൽ ഒന്നാമത്തെ കാര്യം, ഇത് യോഹന്നാൻ 1-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തില് കൃപ ആരിലൂടെ വന്ന ഒരു കൃപയെക്കുറിച്ചാണ് നമ്മള് പുതിയ നിയമത്തിൽ വായിക്കുന്നത്. പഴയ നിയമത്തിലും പഴയ നിയമത്തിലെ ഈ ഫേവർ, പ്രസാദം, ദൈവപ്രസാദം, ദൈവത്തിന്റെ ഒരു ഫേവർ എന്നുള്ള അർത്ഥത്തില് പഴയ നിയമത്തിലും ആ പദം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും യോഹന്നാൻ 1-ന്റെ 17-ാമത്തെ വാക്യം നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാവും, പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ കൃപ എന്നുള്ള വാക്ക് പഴയ നിയമത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. എന്ന് വെച്ചാല് യോഹന്നാൻ 1-ന്റെ 17 എന്താ വായിക്കുന്നത്? ന്യായപ്രമാണം മോശെ മുഖാന്തരം ലഭിച്ചു, കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വന്നു. അപ്പം അതിനു മുമ്പ് ന്യായപ്രമാണ കാലത്ത് ഇല്ലാതിരുന്ന എന്തോ ഒന്നാണ് യേശുക്രിസ്തു മുഖാന്തരം വന്ന കൃപയും സത്യവും. അപ്പൊ പഴയ നിയമത്തിൽ സത്യം ഇല്ലായിരുന്നു എന്ന് നമ്മൾ ചോദിക്കും. പഴയ നിയമത്തിൽ സത്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഒരു ഫാക്ച്വലായിട്ട് അവർക്ക് ദൈവവചനത്തിന്റെ സത്യങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ആ സത്യം എന്നുള്ള പദത്തിന് ഗ്രീക്കിൽ അലൈത്തിയ എന്നുള്ള ഒരു പദം ഉപയോഗിച്ചിരിക്കുന്നത്, യാഥാർത്ഥ്യം എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാം. സത്യം, ഇത് യാഥാർത്ഥ്യം. ഞാൻ തന്നെ വഴിയും സത്യവുമാകുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞാൻ തന്നെ വഴിയും യാഥാർത്ഥ്യവും, വഴിയും സത്യവും ജീവനും, വഴിയും യാഥാർത്ഥ്യവും ജീവനും. യാഥാർത്ഥ്യം എന്നും കൂടെ ആ വാക്കിന്, ട്രൂത്ത് എന്നുള്ള ആ അലൈത്തിയ എന്നുള്ള ആ ഒരു ഗ്രീക്ക് വാക്കിന് ട്രാൻസ്ലേറ്റ് ചെയ്യാം. എന്ന് പറഞ്ഞാല് പഴയ നിയമത്തില് സങ്കീർത്തനം 51-ന്റെ 6-ാമത്തെ വാക്യം, 51-ാം സങ്കീർത്തനം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ദാവീദ് എപ്പോ എഴുതിയതാ. ദാവീദ് പാപത്തിലൊക്കെ വീണ്, ബത്ശേബയുള്ള പാപത്തിലൊക്കെ വീണ് മാനസാന്തരപ്പെട്ട് നുറുക്കത്തോടെ എഴുതുന്ന ആ ഒരു സങ്കീർത്തനമാണ് 51-ാം സങ്കീർത്തനത്തില്. 51-ാം സങ്കീർത്തനത്തിന്റെ 6-ാമത്തെ വാക്യത്തില് ഇങ്ങനെ ദാവീദ് പറയുന്നേ, അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്, അന്തരംഗത്തിൽ എന്നെ ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ. അപ്പം അവിടുത്തെ ആഗ്രഹം അന്തർഭാഗത്തിലെ സത്യമാണ്. യു ഡിസൈർ ദാറ്റ്, പക്ഷേ കർത്താവേ എനിക്കത് ഇല്ല. അതായത് എന്ന് പറഞ്ഞാല് അകമേ ഉള്ള ഒരു ആത്മീയതയുടെ ഒരു യാഥാർത്ഥ്യം, അത് ഒരു കപടമുഖമില്ലാതെ, പുറത്തൊന്നും വേറെ ഒന്നകത്തും ഇല്ലാതെ ഒരു യാഥാർത്ഥ്യത്തിലുള്ള ഒരു യാഥാർത്ഥ്യബോധത്തോടെയുള്ള ഒരു സുതാര്യതയുള്ള ഒരു ജീവിതം, അത് പുതിയ നിയമത്തിലാണ് അതിൻ്റെതായ ഒരു പൂർണ്ണതയിൽ സാധിക്കുന്നത്. പഴയ നിയമത്തിലും ഓഫ്കോഴ്സ് അവർ ഹോൾ ഹാർട്ടഡ് ആയിരുന്നു, ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. പഴയ നിയമത്തിലും നമ്മൾ സാങ്ക്വേറിൽ നിന്നൊക്കെ കേട്ടിട്ടുള്ളത് പോലെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിന്റെ ആത്മാവിലുള്ള പല ദൈവമനുഷ്യരെ, മോശയെയും ദാനിയേലിനെയും, അങ്ങനെ പുതിയ നിയമത്തിന്റെ ആത്മാവോടെയുള്ള പല മനുഷ്യരെയും നമ്മൾ പഴയ നിയമത്തിൽ കാണുന്നുണ്ട്. എങ്കിലും പഴയ നിയമം എന്ന ആ ഒരു ന്യായപ്രമാണ വ്യവസ്ഥയോട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ പഴയ ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ പുറമേ ഉള്ള എന്താണ് പറയുന്നത്, ഇപ്പൊ ഒരു പന്നിയെ ഒരു 10 ചെങ്ങല വെച്ച്, ഒരു പന്നിയുണ്ട്, പന്നി എപ്പോഴും ചെളിയിലോട്ട് പോകും. അപ്പൊ ചെളിയിലോട്ട് പോകാതിരിക്കാൻ വേണ്ടി 10 ചെങ്ങല വെച്ച് കെട്ടിയിട്ടിരിക്കുന്നത് പോലായിരുന്നു 10 ന്യായപ്രമാണങ്ങൾ നമ്മള് സൈക്ലർ ഉപയോഗിച്ച ആ ഒരു ഉദാഹരണമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ആ പന്നി അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ഒരു ചെയിൻ ഇങ്ങോട്ട് വലിക്കും, അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ഇങ്ങോട്ട് ചെയിൻ വലിക്കും. അപ്പൊ അങ്ങനെ 10 ന്യായപ്രമാണങ്ങൾ, ഇത് 10 ചെങ്ങല മാതിരിയായിരുന്നു. എന്നാൽ പന്നി ചേഞ്ച് ആയോ? ഇല്ല, പന്നി തന്നെ. എന്നാൽ ന്യായപ്രമാണത്തിന്റെ ചെങ്ങല വെച്ച് അവരെ, ആ യഹൂദന്മാരെ ബാക്കിയുള്ള പുറമെയുള്ള ചുറ്റുമുള്ള ജാതികളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാകത്തക്ക വണ്ണം അവർക്കൊരു ബാക്കിയുള്ള യഹൂദന്മാരെ അപേക്ഷിച്ച് ഒരു ഹൈ മോറൽ സ്റ്റാൻഡേർഡ്, വലിയൊരു ഒരു സദാചാര ബോധം, സദാചാര നിലവാരം യഹൂദന്മാർക്ക് ഉണ്ടാകത്തക്ക വണ്ണം ഒരു സമയത്തേക്ക്, ക്രിസ്തുവിന്റെ വരവിന്റെ ആ ഒരു പൂർണ്ണതയുടെ സമയത്തിന് മുമ്പേ ദൈവം ന്യായപ്രമാണത്തെ ക്രിസ്തുവിലേക്ക് നയിക്കുന്ന ഒരു ട്യൂട്ടറായിട്ട്, ഒരു ശിശുപാലകൻ എന്ന വണ്ണം എന്നൊക്കെ നമ്മൾ ഗലാത്യർ 4-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യത്തില, ഞാൻ ആ വാക്യത്തിലോട്ടൊന്നും പോകുന്നില്ല. ശിശുപാലകൻ എന്നുള്ള വാക്ക്, ന്യായപ്രമാണം നൽകിയ ആ വാക്ക് പെട്ടെന്ന് റെഫറൻസ് എടുക്കണമെങ്കിൽ ഞാൻ ആ വാക്ക് ജസ്റ്റ് റെഫറൻസ് വായിക്കാം. ഗലാത്യർ 3:24 എന്ന എന്റെ ഓർമ്മ. അത് തന്നെ, 3:24. ഗലാത്യർ 3:24 അങ്ങനെ നാം വിശ്വാസത്തിൽ നീതീകരിക്കപ്പെടേണ്ട ന്യായപ്രമാണം ക്രിസ്തുവിന്റെ അടുക്കലേക്ക് നടത്തുവാൻ നമുക്ക് ശിശുപാലകനായിട്ട് ലഭിച്ചു. ഒരു ശിശുവിനെ ഒരു
ഒരു ശിശു, ഒരു കുഞ്ഞ് പ്രായപൂർത്തിയാവുന്നിടം വരെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി നടത്താനായിട്ട് ഒരു ട്യൂട്ടർ, ഒരു ശിശുപാലകനായിട്ട്, ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിലേക്ക് നമ്മളെ നയിക്കാനായിട്ടുള്ള ഒരു ശിശുപാലകനായിട്ട് ന്യായപ്രമാണത്തിന്റെ ഒരു അതിനായിട്ടായിരുന്നു ഒരു ക്രിസ്തുവിന്റെ, ഒരു രക്ഷകന്റെ ഒരു ആവശ്യബോധത്തിലേക്ക് ജനങ്ങള് ആ ഒരു ബോധ്യത്തിലേക്ക് വരുവാൻ തക്കവണ്ണം ന്യായപ്രമാണത്തിന് അകമയുള്ള ഒരു യാഥാർത്ഥ്യം സാധിക്കത്തില്ല എന്ന് അവര് തന്നെ മനസ്സിലാകത്തക്കവണ്ണം ദൈവം ഒരു ന്യായപ്രമാണം കൊടുത്തു. ന്യായപ്രമാണത്തില് നമ്മൾ നോക്കുമ്പം ഒരു കൽപ്പന ഒഴിച്ച് ബാക്കി എല്ലാ കൽപ്പനകളും, 10 കൽപ്പനകളിൽ തന്നെ ഒരു കൽപ്പന ഒഴിച്ച് ബാക്കി എല്ലാ കൽപ്പനകളും പുറമെയുള്ള കൽപ്പനകളായിരുന്നു. ഒരു കൽപ്പന മാത്രമേ അകമയുള്ള കൽപ്പനയായിരുന്നുള്ളൂ. ഏത് കൽപ്പനയാ? ഇച്ഛിക്കരുത്, ഡു നോട്ട് കവിറ്റ്, നീ മോഹിക്കരുത്, ഇച്ഛിക്കരുത്, കവിറ്റ് ഓർ ഡു നോട്ട് ലസ്റ്റ് എന്നുള്ളത്. അത് അകമയുള്ള ഒരു കാര്യമാണ്. അപ്പം പൗലോസ് അപ്പോസ്തലൻ ന്യായപ്രമാണ പ്രകാരം ബ്ലെയിംലെസ് ആയിരുന്നു താൻ, പുറമെ താൻ ബ്ലെയിംലെസ് ആയിരുന്നു. ഫിലിപ്പിയർ 3:6 നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ അതേ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, എന്നാൽ ഈ 10ാമത്തെ കൽപ്പന വന്നപ്പോൾ പുറമെ ഞാൻ ബ്ലെയിംലെസ് ആണ്, എന്നാൽ അകമേ എൻ്റെ ഉള്ളിൽ എല്ലാ മോഹങ്ങളും അത് ഉണ്ടെന്നുള്ള കാര്യം, ആ ഒരു യാഥാർത്ഥ്യം, അതായത് മനുഷ്യമാനത്തിനായിട്ടുള്ള മോഹം, പിന്നെ ദുർമോഹങ്ങള്, പണത്തിനായിട്ടുള്ള, പ്രശസ്തിക്കായിട്ടുള്ള, മനുഷ്യമാനത്തിനായിട്ടുള്ള ആ ഒരു മോഹം, ലസ്റ്റ്, ആ ഒരു കവിറ്റിംഗ്, അത് നമ്മൾ തന്റെ ജഡത്തിലുണ്ട്, തന്റെ ജഡത്തിൽ യാതൊരു നന്മയില്ലെന്നൊക്കെ തുടർന്ന് റോമർ 7:18 പൗലോസ് നിലവിളിക്കുന്ന ആ ഒരു രംഗമൊക്കെ, എന്നാൽ ക്രിസ്തുവിലൂടെ തനിക്ക് ജയം ലഭിച്ച കാര്യമൊക്കെ പൗലോസ് തുടർന്ന് പറയുന്ന കാര്യമൊക്കെ നമ്മൾ റോമർ 7-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചാല്, പഴയ നിയമത്തില് കൃപ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ, പുതിയ നിയമത്തിൽ യേശുവിലൂടെ വന്നു എന്ന് പറയുന്ന ആ കൃപയും സത്യവും പഴയ നിയമത്തിലില്ലായിരുന്നു. അപ്പൊ ആ ഒരു ദൈവപ്രസാദം എന്നുള്ള അർത്ഥത്തില്, ഫേവർ എന്നുള്ള അർത്ഥത്തില് ആ ഒരു കൃപയുടെ കാര്യം നമ്മൾ വായിക്കുന്നുണ്ട്. പുതിയ നിയമത്തിന്റെ ആ ഒരു പ്രവചനത്തെ കുറിച്ച് വായിക്കും, പുതിയ നിയമത്തെ കുറിച്ച് പറയുമ്പം ആ ഒരു ദൈവം കൃപയുടെ ആത്മാവിനെ അയക്കും എന്നൊക്കെ സെഖര്യാവ് 12:10 പറയുന്നുണ്ട്. ഞാൻ അതിലേക്ക് വരാം. അപ്പൊ അവിടെ കൃപയുടെ ആത്മാവ് എന്നൊക്കെ സെഖര്യാവ് 12:10 വാക്യത്തിൽ, സെഖര്യാവ് 12 എന്നൊക്കെ ഞാൻ എപ്പോഴും കോട്ട് ചെയ്യുന്ന ഒരു വാക്യമാണ്. പരിശുദ്ധാത്മാവിലൂടെയാണ് കൃപ ലഭിക്കുന്നതെന്ന് പറയുന്ന ഒരു വാക്യമാണത്, സ്പിരിറ്റ് ഓഫ് ഗ്രേസ്. അപ്പം പഴയ നിയമം ന്യായപ്രമാണത്തിലൂടെ ലഭിക്കാതിരുന്ന, പഴയ നിയമത്തിൽ ഇല്ലാതിരുന്ന ഒരു വ്യത്യസ്തമായിട്ടൊരു കാര്യമായിട്ടാണ് ഈ പുതിയ നിയമത്തിന്റെ കൃപ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. പുതിയ നിയമത്തിലെ കൃപ എന്നുള്ള വാക്ക് ആദ്യം എവിടെ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ, അത് മത്തായിയുടെയും മർക്കോസിന്റെ സുവിശേഷത്തിൽ കൃപ എന്നുള്ളൊരു വാക്ക് കാണുന്നില്ല. എന്നാൽ ലൂക്കോസിന്റെ സുവിശേഷത്തില് മറിയത്തോടുള്ള ആ ഒരു സല്യൂട്ടേഷനില്, ലൂക്കോസ് 1:30 ആണ് ആദ്യം പുതിയ നിയമത്തില് ഈ കൃപ എന്നുള്ള വാക്ക് നമ്മൾ ആദ്യം കാണുന്നത്. 1:30 വാക്യം, അവിടെ കൃപ ലഭിച്ചവളെ, the angel said to her, do not be afraid Mary, for you have found favor with God. ഹാരിസ് എന്നുള്ള വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഫേവറിനാണ്. ആ ഫേവർ എന്നുള്ള അർത്ഥത്തിൽ അത് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് NSBയിലൊക്കെ ഫേവർ എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള, ദൂതൻ അവളോട് മറിയയെ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് യേശുവിന്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പം, യേശുവിന്റെ ജീവിതത്തിൽ ആദ്യം മുതൽ അവസാനം വരെ അത് കൃപയുടെ ഒരു ജീവിതമായിരുന്നു. അപ്പൊ കർത്താവിന് കൃപ വേണമായിരുന്നു. കർത്താവ് ദൈവം തന്നെ അല്ലേ? എന്നാൽ ദൈവം മനുഷ്യനായിട്ട് വന്നപ്പോ നമ്മൾ എന്താ വായിക്കുന്നത്? ഇതേ ലൂക്കോസിന്റെ 2-ാം അധ്യായത്തിന്റെ 40ാമത്തെ വാക്യത്തില രണ്ടാമത്തെ കൃപയുടെ റെഫറൻസ്. ആദ്യം ലൂക്കോസ് 1:30 ഫേവർ എന്നുള്ള അർത്ഥത്തില്, മറിയത്തിന് ദൈവത്തിന്റെ പ്രസാദം ലഭിച്ചു എന്നുള്ള അർത്ഥത്തില് നമ്മളത് വായിക്കുന്നു. ഇന്ന് ലൂക്കോസ് 2-ാം അധ്യായത്തിന്റെ 40ാമത്തെ വാക്യത്തില് എന്താ നമ്മൾ വായിക്കുന്നേ? അവിടെ യേശുവിനെ കുറിച്ച് വായിക്കുന്നത്, പൈതൽ വളർന്ന് ജ്ഞാനം നിറഞ്ഞ ആത്മാവിൽ ബലപ്പെട്ടു പോകുന്നു, ദൈവകൃപയും അവന്മേൽ ഉണ്ടായിരുന്നു. ഗ്രേസ് ഓഫ് ഗോഡ്, ഹാരിസ്, ദൈവത്തിന്റെ കൃപ, കർത്താവിന്റെ മേല് ആ ദൈവത്തിന്റെ കൃപ കർത്താവിന്റെ ജീവിതത്തിലെ തുടക്കത്തിൽ തന്നെ ഉണ്ടായിരുന്നു. ഒരു പൈതലായിട്ട് വളർന്നു വരുമ്പോഴേ ദൈവകൃപ അവന്റെ മേലുണ്ടായിരുന്നു. എന്നാൽ കർത്താവിന്റെ ജീവിതത്തിന്റെ ഒടുക്കം, അവസാനം കാൽവരി കുരിശില് കർത്താവ് മരണത്തെ രുചിച്ചത് എങ്ങനായിരുന്നു? ദൈവകൃപയാലാണ് താൻ മരണത്തെ രുചിച്ചതെന്ന് എബ്രായർ 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. കർത്താവിന്റെ ജീവിതത്തിന്റെ തുടക്കത്തിലും ഒടുക്കത്തിലും എന്തുണ്ടായിരുന്നു? കർത്താവ് ഈ മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ വന്നപ്പം യേശുവിന് കൃപ വേണമായിരുന്നു എന്നുള്ളത്. യേശുവിന് കൃപ വേണമായിരുന്നു. അത് വചനത്തിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്കത് പറയാൻ ധൈര്യമില്ലായിരുന്നു. വചനത്തിൽ അതാ നമ്മൾ കാണുന്നത്. യേശുവിന്റെ ജീവിതത്തിലും തുടക്കത്തിലും ഒടുക്കത്തിലും എല്ലാം ആ കൃപ എന്താണെന്നുള്ള കാര്യം നമുക്ക് കണ്ടുവരാം. നമ്മൾ വചനത്തിൽ തന്നെ എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം. എബ്രായർ 2-ാം അധ്യായത്തിന്റെ അവിടെ
എബ്രായർ 2-ാം അധ്യായത്തില് കർത്താവ് 2-ന്റെ 9 വാക്യത്തിലെ കർത്താവ് ടേസ്റ്റഡ് ഡെത്ത് ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് എന്ന് എൻ്റെ 9 വാക്യം. 9 വാക്യം, എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിക്കുവാൻ എന്ന് പറയുന്നത് എൻജോയ് എന്നുള്ള അർത്ഥത്തിലല്ല, ടേസ്റ്റ് ചെയ്യുക, രുചിക്കുക എന്നുള്ള ആ ഒരു വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. മലയാളം സത്യവേദ പുസ്തകത്തിൽ ആസ്വദിക്കുക എന്ന് പറയുമ്പോൾ മരണം എന്തോ ആസ്വദിച്ചു എന്നുള്ള അർത്ഥത്തിലല്ല, ടേസ്റ്റ് എന്നുള്ള ഒരു അർത്ഥത്തിൽ അവിടെ ആ ഒരു വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. യു ഹാവ് ടേസ്റ്റഡ് ദ ഗ്രേസ് ഓഫ് ഗോഡ് എന്നൊക്കെ, നമ്മള് ദൈവത്തിന്റെ കരുണ നിങ്ങൾ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നൊക്കെ പറയുമ്പോൾ പറയുന്ന ആ ഒരു വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഗുവോ എന്ന് പറഞ്ഞൊരു പദം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഗസ്റ്റേറ്ററി എന്നുള്ള വാക്കൊക്കെ അനാറ്റമിയിലൊക്കെ നിങ്ങൾ പഠിക്കും അല്ലേ? ഗുവോ, ഗസ്റ്റേറ്ററി എന്ന് പറഞ്ഞാൽ രുചി, ടേസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പൊ അത് ആ ഗ്രീക്കും മെഡിക്കൽ ടേംസ് ഒക്കെ ഈ ഗ്രീക്കും ലാറ്റിനിൽ നിന്നൊക്കെയാണ് ഗ്രീക്കും ലാറ്റിനും ഒത്തിരി വളരെ റിലേറ്റഡ് ആയിട്ടുള്ള ലാംഗ്വേജ്. അപ്പൊ ലാറ്റിനിൽ നിന്നൊക്കെയാണ് മെഡിക്കൽ ടേംസ് ഒക്കെ വന്നിട്ടുള്ളതുകൊണ്ട് പല ഗ്രീക്ക് വാക്കുകൾ മെഡിക്കൽ ടേംസ് അറിയാവുന്നവർക്ക് കുറച്ചൊന്ന് പരിചയമായിട്ട് തോന്നും. ഗസ്റ്റേറ്ററി ഹാലൂസിനേഷൻ, ഗസ്റ്റേറ്ററി പാത്വേ ഒക്കെ നമ്മള് അനാറ്റമിയിലും ഫിസിയോളജിയിലൊക്കെ പഠിക്കുമല്ലോ. അപ്പൊ ആ ടേസ്റ്റ് എൻജോയ് എന്നുള്ള അർത്ഥം ഉണ്ടെങ്കിൽ ആ ടേസ്റ്റ് എന്നുള്ള വാക്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞു വെച്ചാൽ നമ്മളിവിടെ എബ്രായർ 2-ന്റെ 9 കർത്താവ് എങ്ങനെ ആ മരണത്തെ രുചിച്ചത് ദൈവകൃപയാൽ. അത്രയും അതിഘോരമായിട്ടുള്ള പ്രയാസത്തിലൂടെ കർത്താവ് 3 നാഴിക നേരം പിതാവിനാൽ കൈവിടപ്പെട്ടപ്പോ അപ്പോ പിന്നെ അവിടെ വേറെ ഒന്നുമില്ലായിരുന്നു, അവിടെ ദൈവകൃപയില്ലായിരുന്നു, ദൈവത്താൽ വേർപെടപ്പെട്ടു. കർത്താവ് അതൊരു നരകയാതന നിത്യമായിട്ട് നമ്മളെല്ലാവരും സഹിക്കുന്ന നിത്യമായിട്ടുള്ള നരകയാതന കർത്താവ് നിത്യനായത് കൊണ്ട് കർത്താവ് ആ 3 നാഴിക നേരം കൊണ്ട് കർത്താവ് സഹിച്ചു. എന്ന ബാക്കിയുള്ള സമയം അത്രയും അതിഘോരമായിട്ടുള്ള വേദനയിലൊക്കെ പിതാവ് ഇവർ ചെയ്തതെന്ന് അറിയാമെങ്കിൽ ഇവരോട് ക്ഷമിക്കണമെന്നൊക്കെ പറയണമെങ്കിൽ എന്ത് വേണമായിരുന്നു? ദൈവകൃപ വേണമായിരുന്നു. കർത്താവ് വേർപ്പ് രക്തമാക്കി അത് കഠിന വേദനയോട് പ്രാർത്ഥിക്കുമ്പോൾ ലൂക്കോസ് 22-44 ഓർക്കാൻ എളുപ്പം. 22:44 ഹെമറ്റോഹൈഡ്രോസിസിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത്. വേർപ്പ് രക്തമായി തീർന്നതിനെ കുറിച്ച് പറയാം. ഹെമറ്റോഹൈഡ്രോസിസ് എന്ന് പറഞ്ഞൊരു റയർ മെഡിക്കൽ കണ്ടീഷനെ കുറിച്ചൊക്കെ മെഡിക്കൽ ടെക്സ്റ്റ് ബുക്സ് മെഡിക്കൽ ഭാഷയിലൊക്കെ ഉണ്ട്. അപ്പൊ അതില് ലൂക്കോസ് 22:44 അത് കഴിഞ്ഞിട്ടാണ് ദൂതൻ വന്ന് കർത്താവിനെ കർത്താവ് ദൈവകൃപ അനുഭവിച്ചു എന്ന് പറയുമ്പോൾ കർത്താവിന്റെ ജീവിതത്തിൽ ഉടനീളം ഈ ദൈവകൃപ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ദൈവകൃപ എന്താണെന്നുള്ള കാര്യം നമുക്ക് പറഞ്ഞു വരാം. അവിടെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ അതിന്റെ തൊട്ട് മുമ്പ് 43 വാക്യം 44 വിയർപ്പ് രക്തമായ കാര്യം നമ്മൾ വായിക്കുന്നത്. ലൂക്കോസ് 22:43 അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ അവന് പ്രത്യക്ഷനായി. പിന്നെ അവൻ പ്രാണവേദനയിലായി അത് ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. അവന്റെ വിയർപ്പ് നിലത്ത് വീഴുന്ന വലിയ ചെറിയ രക്തത്തുള്ളിയല്ല, വലിയ ചോരത്തുള്ളി പോലെയായി. ഇതുപോലെ അങ്ങ് രക്തം ഒഴുകുന്നത് പോലെ മഹാപുരോഹിതൻ മഹാപാപപ്രായശ്ചിത്ത ദിനത്തില് അവൻ 7 പ്രാവശ്യം രക്തം തളിക്കണം അവിടെ കൃപാസനത്തെങ്കിൽ. അപ്പൊ 1-ാമത്തെ തവണ കർത്താവ് നമുക്ക് യാഗമായി തീരാൻ വേണ്ടി രക്തം തളിക്കുന്ന ഒരു രംഗമാണ് വിയർപ്പ് രക്തമാക്കി വലിയ രക്തത്തുള്ളികൾ ഒഴുകുന്നു എന്നുള്ള പറഞ്ഞ കാര്യത്തിന്. പിന്നെ കർത്താവ് 7 തവണ രക്തം ചൊരിയുന്ന കാര്യമൊക്കെ നമ്മള് കാണുന്നുണ്ടല്ലോ. വിയർപ്പ് രക്തമാക്കി പിന്നെ കർത്താവിന്റെ പുറം ഉൾവചാല പോലെ അവർ ഉഴുതു, പുറം ചാട്ടുവാറടിച്ചു എന്നൊക്കെ നമ്മള് മത്തായി 27-26 യോഹന്നാൻ 19-1 ഒക്കെ വായിക്കുന്നുണ്ട്. കർത്താവിന്റെ മുൾമുടി വെച്ചപ്പോൾ തലയിൽ നിന്ന്, പിന്നെ 2 കരങ്ങളിൽ നിന്ന്, പിന്നെ 2 കാലുകളിൽ നിന്ന്, കർത്താവിന് കർത്താവിന് മരണത്തിന് ശേഷം വിലാപ്പുറത്തു നിന്ന് രക്തം ഒഴുകി. പിന്നെ ബ്രൂയിസസ് ഓൾ ഓവർ, ആ ഒരു ഇന്നർ ബ്ലീഡിങ്, ആന്തരിക രക്തസ്രാവത്തെ ആ ഒരു യെശയ്യാ 53:5 അവിടുന്ന് ബ്രൂയിസ്ഡായി ചതയ്ക്കപ്പെട്ടു എന്നുള്ളൊരു കാര്യമൊക്കെ നമ്മൾ വായിക്കുന്നത്. അങ്ങനെ 7 തവണ രക്തം ചൊരിഞ്ഞൊരു കാര്യം ഞാൻ പറഞ്ഞു എന്ന് വെച്ചാൽ കർത്താവിന്റെ ജീവിതത്തിൽ കർത്താവിനും ഈ കൃപ വേണമായിരുന്നു. എന്നാൽ ഈ കൃപയും കരുണയും വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യമെന്ന് നമ്മൾ പറഞ്ഞല്ലോ. കൃപയും കരുണയും രണ്ടും ഒരുമിച്ച് വരുന്ന ഒരു വാക്യമുണ്ട് ഇവിടെ എബ്രായർ 4-ാം നമ്മളത് വായിക്കുന്നുണ്ട്. എബ്രായർ 4-ന്റെ 16 മേഴ്സി ആൻഡ് ഗ്രേസ്. മേഴ്സിയും ഗ്രേസും അതെല്ലാം ഒരു കരുണ, ദൈവത്തിന്റെ കൃപാദയ എന്നൊക്കെ നമ്മളങ്ങ് പറഞ്ഞു പോകും. എന്നാൽ
ദൈവവചനം പറയുമ്പോൾ അത് വ്യത്യസ്തമായിട്ടുള്ള അർത്ഥത്തിൽ അത് പറയുന്നതെന്ന് നമ്മളവിടെ കാണുന്നത്. അത് എബ്രായർ 4:16 വാക്യം, അതുകൊണ്ട് കരുണ ലഭിക്കുവാനും തക്ക സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിക്കുവാനുമായി, അല്ലെങ്കിൽ കൃപ കണ്ടെത്തുവാനുമായി എന്ന് വേണം അതിന്റെ കുറച്ചുകൂടെ കറക്റ്റ് ആയിട്ടുള്ള ട്രാൻസ്ലേഷൻ. ഹ്യൂറിസ്കോ എന്ന് പറഞ്ഞൊരു പദവ, പ്രാപിക്കുവാൻ എന്നുള്ളതിനാണ് ഹ്യൂറിസ്കോ എന്ന് പറഞ്ഞാൽ കണ്ടെത്തും. ചുരുക്കം പേരെ ഈ ജീവനിലേക്കുള്ള വഴി കണ്ടെത്തത്തുള്ളൂ എന്ന് പറയുമ്പോൾ അവിടെ ഉപയോഗിക്കുന്ന അതേ ഹ്യൂറിസ്കോ എന്ന് പറഞ്ഞ പദമാണ് ഇവിടെ ഉപയോഗിച്ചത്. കൃപ കണ്ടെത്തുവാൻ, യു മേ ഫൈൻ ഗ്രേസ് എന്ന ഇംഗ്ലീഷിൽ കറക്റ്റ് ആയിട്ട് NASB ട്രാൻസ്ലേറ്റ്, യു മേ ഫൈൻ ഗ്രേസ്, കൃപ കണ്ടെത്തുവാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തെങ്കിലേക്ക് അടുത്ത് ചെല്ലുക എന്നുള്ളൊരു കാര്യം. അപ്പൊ അവിടെ കരുണ ലഭിക്കുവാനും തക്ക സമയത്ത്, കരുണ നമ്മള് സാഗ്ബറിന്ന് അത് സിമ്പിളായിട്ട് ആ മേഴ്സിയും ഗ്രേസും തമ്മിലുള്ള ഡിഫറൻസ് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. എന്താ? മേഴ്സി ഡീൽസ് വിത്ത് അവർ പാസ്റ്റ്, ഗ്രേസ് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രസന്റ് ആൻഡ് ഫ്യൂച്ചറിനെ ഡീൽ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു കാര്യം. മേഴ്സി നമ്മളുടെ ഭൂതകാലത്തെ ഡീൽ ചെയ്യാൻ വേണ്ടി, ഭൂതകാലത്ത് നമുക്ക് ഉണ്ടായിട്ടുള്ള എല്ലാ കുറവുകളും വീഴ്ചകളും എല്ലാം ഡീൽ ചെയ്യാനായിട്ടാണ് മേഴ്സി. മേഴ്സി ഇസ് ത്രൂ ദ ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ്. കരുണ കർത്താവിന്റെ രക്തത്താലാണ് നമുക്ക് ലഭിക്കുന്നത്, കർത്താവിന്റെ രക്തത്താൽ. പിന്നെ കൃപ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. മേഴ്സി ഇസ് ത്രൂ ദ ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ് ആൻഡ് ഗ്രേസ് ഇസ് ത്രൂ ദ സ്പിരിറ്റ് ഓഫ് ക്രൈസ്റ്റ്, ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനാലാണ് കൃപ ലഭിക്കുന്നത്. അത് ഞാൻ വെറുതെ പറയുമല്ല, അതിന്റെ വാക്യങ്ങളിലേക്ക് നമുക്ക് വരാം. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല്, നമുക്ക് ഇതുവരെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച പോലെ പല വീഴ്ചകൾ നമ്മളുടെ മനോഭാവങ്ങളില്, നമ്മളുടെ ചിന്തകളില്, നമ്മളുടെ ഉദ്ദേശങ്ങളില്, നമ്മൾ മോട്ടീവ്സ്, ആറ്റിറ്റ്യൂഡ്സ്, മോട്ടീവ്സ്, മനോഭാവങ്ങള്, ഉദ്ദേശ്യങ്ങള്, നമ്മളുടെ ചിന്തകള്, നമ്മളുടെ വാക്കുകള്, പ്രവൃത്തികള്, മെയിനായിട്ട് നമ്മൾ 5 കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. എന്താ? ആറ്റിറ്റ്യൂഡ്സ്, മോട്ടീവ്സ്, തോട്ട്സ്, വേർഡ്സ് ആൻഡ് ഡീഡ്സ്. നമ്മളുടെ മനോഭാവങ്ങളിലും നമ്മളുടെ ഉദ്ദേശങ്ങൾ, നമ്മൾ എന്ത് ഉദ്ദേശത്തോടെ, ചിലപ്പോൾ നമ്മളെ തന്നെ മോഹപ്പെടുത്താൻ വേണ്ടി നമ്മൾ പല കാര്യങ്ങളൊക്കെ, നമ്മളെ തന്നെ ഉയർത്താൻ വേണ്ടി പല കാര്യങ്ങൾ പറയുകയോ ചെയ്യുകയോ ഒക്കെ മനുഷ്യമാനം നേടാൻ വേണ്ടിയൊക്കെ ചെയ്തിട്ടുണ്ടാവും. നമ്മുടെ മനോഭാവം, ചിലരോടുള്ള നമ്മുടെ മനോഭാവം, ദൈവത്തോടുള്ള മനോഭാവം, നമ്മളിൽ താണവരും നമ്മൾ വിചാരിക്കുന്നവരുള്ള നമ്മുടെ മനോഭാവം, നമ്മളിൽ നിന്ന് ഉയർന്നവരും നമ്മൾ വിചാരിക്കുന്നവരുടെ നമ്മുടെ മനോഭാവം, അങ്ങനെ മനോഭാവങ്ങളിലും ഉദ്ദേശങ്ങളിലും ചിന്തകളിലും വാക്കുകളിലും പ്രവൃത്തികളിലും ഒക്കെ നമ്മളെല്ലാവരും തെറ്റിപ്പോയിട്ടുള്ളവരാണ്. നമ്മള് പാപം ചെയ്തിട്ടില്ലാത്തവരാരുമില്ല. എന്നാൽ ആ പാപം എല്ലാം ക്ഷമിക്കപ്പെടുന്നത് കർത്താവിന്റെ കരുണ മുഖാന്തരമാണ്, മേഴ്സി. അത് കർത്താവിന്റെ രക്തത്താലാണ് ആ കരുണ നമുക്ക് ലഭിക്കുന്നത്. ഈ ഗ്രേസ് എന്നുള്ളൊരു പദം ഈ മേഴ്സിയും കൂടെ ഉൾപ്പെടുത്തുന്ന ഒരു പദമാണെന്ന നമ്മള് വചനം മൊത്തമായിട്ട് നമ്മൾ നോക്കുമ്പോൾ കാണുന്നത്. അതായത് മേഴ്സി പാസ്റ്റില് ഡീൽ ചെയ്യുന്നു, ഗ്രേസ് എന്ന് പറയുമ്പം ഇന്ന് ഇതുവരെയുള്ള പാപങ്ങളെല്ലാം ക്ഷമിക്കപ്പെടുന്നത് മേഴ്സി, കർത്താവിന്റെ രക്തത്താല് കരുണ ലഭിക്കാനായിട്ട്. എന്നാൽ ഇന്ന് ഈ പാപത്തെ ജയിക്കാനും ഇനിയും ഭാവിയിലേക്ക് വേണ്ടി കർത്താവിന്റെ ആ ഒരു കർത്താവിന്റെ ശക്തി, നമ്മളുടെ പരീക്ഷകളും പ്രലോഭനങ്ങളും ഒക്കെ നേരിടാനായിട്ടുള്ള കർത്താവിന്റെ ശക്തി, ആ പ്രസന്റിനും ഫ്യൂച്ചറിനും വേണ്ടിയുള്ള ദൈവത്തിന്റെ ശക്തിയാണ് ഗ്രേസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്നാൽ ഈ മേഴ്സിയും ഗ്രേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് നമ്മൾ എഫേസർ 1:7 വാക്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അതായത് നമ്മളായിട്ട് എന്തെങ്കിലും ഒരു ഡെഫിനേഷൻ പറഞ്ഞങ്ങ് ഇരിക്കുമല്ല, മറിച്ച് ദൈവവചനത്തിൽ എന്താ പറയുന്നത് അതേ നമ്മൾ വിശ്വസിക്കുന്നു പറയുന്നുള്ളൂ. എഫേസർ 1:7 വാക്യത്തില് അവിടെ അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന് വീണ്ടെടുപ്പുണ്ട്. അത് അതിന്റെ അപ്പുറവും ഇപ്പുറവും കൂടെ വായിച്ചാൽ അത് അവൻ നമുക്ക് താൻ ധാരാളമായി കാണിച്ച് കൃപാധന പ്രകാരം സകല ജ്ഞാനവും വിവേകവുമായി നൽകിയിരിക്കുന്നു. അപ്പൊ ആ forgiveness of trespasses according to the riches of his grace. അപ്പൊ ആ കർത്താവിന്റെ കൃപാധാന പ്രകാരമാണ് നമുക്ക് എന്ത് ലഭിച്ചിരിക്കുന്നത്? ആ രക്തത്താലുള്ള അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. അപ്പൊ ആ ഗ്രേസില് മേഴ്സി ഉൾപ്പെട്ടിട്ടുണ്ട്. എന്നാൽ മേഴ്സി മാത്രമല്ല ഗ്രേസ്, അതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അപ്പൊ ആ ഗ്രേസ് പരിശുദ്ധാത്മാവിനാലാണെന്ന് വെറുതെ അങ്ങ് പറഞ്ഞാൽ മതിയോ? അതെവിടെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നേ? എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ വചനത്തില്? എബ്രായർ 10:29 വാക്യത്തില് പരിശുദ്ധാത്മാവിനെ വിളിച്ചിരിക്കുന്നത് എന്താ? സ്പിരിറ്റ് ഓഫ് ഗ്രേസ് എന്നാണ്. എബ്രായർ 10 നമ്മളൊന്ന് പോവുകയാണെങ്കിൽ, എബ്രായർ 10 അതിന്റെ 29 വാക്യം നമ്മൾ നോക്കുവാണെങ്കിൽ എന്താ നമ്മളിവിടെ വായിക്കുന്നത്? ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനമെന്ന് നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും. അപ്പൊ പരിശുദ്ധാത്മാവിനെ എന്താ വിളിച്ചിരിക്കുന്നത്? കൃപയുടെ ആത്മാവ്, സ്പിരിറ്റ് ഓഫ് ഗ്രേസ്. അപ്പം പരിശുദ്ധാത്മാവിലൂടെയാണ് നമുക്ക് ഈ കൃപ ലഭിക്കുന്നത്. മേഴ്സി, കരുണ, അത് കർത്താവിന്റെ രക്തത്താല് നമുക്ക്
കർത്താവിന്റെ രക്തത്താലാണ് നമുക്ക് കരുണ ലഭിച്ചിരിക്കുന്നത് പറഞ്ഞാല് നമ്മളുടെ പാപങ്ങളെല്ലാം ഇതുവരെയുള്ള പാസ്റ്റിലെ കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്തു. എന്നാൽ ഇപ്പോ നമുക്ക് വേണ്ടതായിട്ടുള്ള ദൈവത്തിന്റെ ശക്തി ഇന്ന് പാപത്തെ ജയിക്കാൻ, ഇന്ന് ആകുല ചിന്തകളെ ജയിക്കാന്, ഇന്ന് മറ്റുള്ളവരോട് ക്ഷമിക്കാന്, ഇന്ന് ദുർമോഹങ്ങളെ ജയിക്കാന്, കോപത്തെ ജയിക്കാന്, മറ്റുള്ളവരെ വിധിക്കുന്നതിനെ ജയിക്കാനും നിഗളിക്കുന്നതിനെ ജയിക്കാനൊക്കെ ഇന്ന് കർത്താവിനെ പോലെ ഞാൻ ചിന്തിക്കുവാനും സംസാരിക്കുവാനും പ്രവർത്തിക്കാനും ഒക്കെ എനിക്ക് എന്താ വേണ്ടത്? എനിക്ക് ദൈവത്തിന്റെ കൃപ, അത് പരിശുദ്ധാത്മാവിലൂടെ വരുന്നത്. അപ്പം അതാ നമ്മളിവിടെ വായിച്ച എന്താ സ്പിരിറ്റ് ഓഫ് ഗ്രേസ്. സ്പിരിറ്റ് ഓഫ് ഗ്രേസ് എന്ന് പരിശുദ്ധാത്മാവിനെ വിളിക്കുന്ന വേറൊരു റെഫറൻസ് ഞാനിപ്പോ തൊട്ട് മുമ്പ് പറഞ്ഞായിരുന്നു. എവിടെ? സെഖരിയാവ് 12-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം. സെഖരിയ 12:10, ഹിബ്രൂസ് 10:29, സെഖരിയ 12:10 എന്നൊക്കെ ഞാൻ പലപ്പോഴും പാസിംഗ് ആയിട്ടൊക്കെ പറഞ്ഞു പോകാറുണ്ട്. എന്ന് വെച്ചാൽ എപ്പോഴും എല്ലായ്പ്പോഴും ഇതൊന്നും എടുക്കാൻ സമയമില്ലാത്തതുകൊണ്ട്. പരിശുദ്ധാത്മാവിലൂടെയാണ് കൃപ ലഭിക്കുന്നത് എന്നുള്ളൊരു കാര്യം പറഞ്ഞു വരുമ്പോൾ എന്താ സെഖരിയാവിന്റെ പുസ്തകം 12-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തില്, ഞാൻ ദാവീദ് ഗൃഹത്തിന്മേലും യെരുശലേം നിവാസികളുടെ മേലും കൃപയുടെയും യാചനകളുടെയും ആത്മാവിനെ പകരും. സ്പിരിറ്റ് ഓഫ് ഗ്രേസ് ആൻഡ് ഓഫ് സപ്ലിക്കേഷൻ. യഥാർത്ഥത്തിൽ നമുക്ക് യാചനയോടെ പ്രാർത്ഥിക്കാൻ, സ്പെസിഫിക് സപ്ലിക്കേഷൻ പറഞ്ഞാൽ സ്പെസിഫിക് റിക്വസ്റ്റ്. കർത്താവേ, എനിക്ക് ഇന്ന കാര്യത്തിൽ അവിടുത്തെ കൃപ വേണം. അങ്ങനെ യാചനയോടെ പ്രാർത്ഥിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി വേണം. പിന്നെ ആ കൃപയുടെയും പരിശുദ്ധാത്മാവിന്റെ, ആ കൃപയുടെ ആത്മാവെന്നാണ് പരിശുദ്ധാത്മാവിനെ വിളിച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ 12 കാര്യങ്ങള് പറയുന്നു എന്ന് പറഞ്ഞതിൽ ഒന്നാമത്തെ കാര്യം ഞാൻ ആദ്യം പറഞ്ഞു. യോഹന്നാൻ 1:17 ന്യായപ്രമാണത്തിലൂടെ, അത് മോശയുടെ ന്യായപ്രമാണം എന്ന കർത്താവിലൂടെ കൃപയും സത്യവും വന്നു. അപ്പൊ കൃപ പുതിയ നിയമത്തിൻ്റെതായ ഒരു വ്യത്യസ്തമായ ഒരു കർത്താവ് കൊണ്ടുവന്ന ഒരു കാര്യമാണ് കൃപ എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന കാര്യമാണ് ഒന്നാമത്തെ കാര്യം കൃപയെ കുറിച്ച് പറഞ്ഞ്. അതാ യോഹന്നാൻ 1:17 വാക്യം. ഇപ്പൊ പിന്നെ നമ്മളിപ്പം വായിച്ച വാക്യം ആ ഒരു പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ, ആ ഒരു എബ്രായർ 4:16 നമ്മൾ നോക്കുമ്പോൾ മേഴ്സിയും ഗ്രേസും വ്യത്യസ്തമായിട്ട് പറഞ്ഞിരിക്കുന്നു. അത് നമ്മളുടെ പ്രസന്റിനെയും ഫ്യൂച്ചറിനെയും ഡീൽ ചെയ്യാനുള്ളതാണ്. നമ്മളുടെ വർത്തമാനകാലത്ത് ഇപ്പോഴത്തെ കാര്യം ഇപ്പോഴും നമുക്ക് വേണം. ഇപ്പൊ നമുക്ക് പഠിക്കണം. ഇപ്പൊ നമുക്ക് കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ അപ്പനമ്മമാരെ അനുസരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കണം, ടീച്ചേഴ്സ് പറയുന്ന ഒബേ ചെയ്യണം, കൂട്ടുകാരോട് വഴക്കിടാതിരിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള ചെറിയ കാര്യത്തിൽ എനിക്ക് എന്ത് വേണം? ചെറിയ കാര്യം നമുക്ക് തോന്നിയാൽ കുഞ്ഞുങ്ങൾക്കുള്ള വലിയ വലിയ കാര്യങ്ങൾക്ക് എന്ത് വേണം? കൃപ വേണം. ഇപ്പൊ പ്രസന്റ് ആൻഡ് ഫ്യൂച്ചറിനെ ഡീൽ ചെയ്യാൻ കൃപ വേണം. അത് കൃപയെ കുറിച്ചുള്ള ഡീൽ ചെയ്യാനുള്ള ദൈവത്തിന്റെ ശക്തിയാണ് കൃപ എന്ന് പറയുന്ന കാര്യമാണ് കൃപയെ കുറിച്ചുള്ള രണ്ടാമത്തെ കാര്യമായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. പിന്നെ കൃപയെ കുറിച്ചുള്ള മൂന്നാമത്തെ കാര്യമാണ് നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു, സ്പിരിറ്റ് ഓഫ് ക്രൈസ്റ്റ്. പരിശുദ്ധാത്മാവിലൂടെയാണ് കൃപ ലഭിച്ചത്. അപ്പം ഞാനിപ്പം പറഞ്ഞ 3 കാര്യങ്ങൾ എന്തൊക്കെയാ? കൃപ പുതിയ നിയമത്തിന്റെ വ്യത്യസ്തമായ ഒരു കാര്യമാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, കൃപ നമ്മളുടെ ഈ വർത്തമാനകാലത്തിനും പ്രസന്റിനും ഫ്യൂച്ചറിനും ഡീൽ ചെയ്യാൻ വേണ്ടി, അത് നേരിടാൻ വേണ്ടി ദൈവം തരുന്ന ശക്തിയാണ് കൃപ. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, കൃപ പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് ലഭിക്കുന്നത്. കൃപയാലല്ലോ വിശ്വാസം മൂലം നമ്മളെ രക്ഷിക്കപ്പെട്ടെന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിലേക്ക് വന്നപ്പോഴാണ് നമ്മളെ രക്ഷിക്കപ്പെടുക. ദൈവത്തിന്റെ ഒരു ശക്തിയാണ്. അപ്പം സ്പിരിറ്റ് ഓഫ് ക്രൈസ്റ്റ്, അതാണ് മൂന്നാമത്തെ കാര്യം. പരിശുദ്ധാത്മാവിലൂടെ കൃപ നമുക്ക് ലഭിക്കുന്നത്. ഇനി നാലാമത്തെ കാര്യം എന്താന്ന് ചോദിച്ചാൽ, കൃപ ഒരു ശക്തിയാണ്. കൃപ ദൈവത്തിന്റെ ശക്തിയാണ്. കൃപ നമ്മൾ പലപ്പോഴും കൃപയെക്കുറിച്ച് 2 ഡെഫിനിഷൻസ് ക്രിസ്തീയ കൂടത്തിൽ കേൾക്കാറുണ്ട്. നമ്മളെ സാഗ്വേർ അത് വളരെ തിരുത്തി നമുക്ക് പറഞ്ഞു തരുന്ന കാര്യം നമുക്കറിയാം. അതായത് പലരും പറയാറുണ്ട്, അൺഡിസേർവ്ഡ് ഫേവർ ഓഫ് ഗോഡ്, അർഹിക്കാത്ത ദൈവത്തിന്റെ ദാനമാണ് കൃപ എന്ന് നമ്മൾ പറയുമ്പോൾ, പഴയ നിയമത്തിലും ആൾക്കാർക്ക് അർഹിക്കാത്ത ദാനമല്ലേ ലഭിച്ചേ? അപ്പൊ ആ അർത്ഥത്തില് പുതിയ നിയമത്തിലെ കൃപ അൺഡിസേർവ്ഡ് ഫേവർ ഓഫ് ഗോഡ് നമുക്ക് പറയാനൊക്കത്തില്ല. എന്നാൽ ഒത്തിരി തിയോളജിയൻസ് ഒക്കെ അങ്ങനെ ഒരു ഡെഫിനേഷൻ പറയുന്നുണ്ടെങ്കിൽ, നമ്മളെ സാഗ്വേറിൽ കേട്ടിട്ടുള്ളത് പോലെ നമുക്ക് അങ്ങനെ ആ ഒരു ഡെഫിനേഷനോട് നമുക്ക് അങ്ങനെ വചനപ്രകാരം കുറച്ചുകൂടി താഴത്തിലേക്ക് നോക്കുമ്പോൾ യോജിക്കാൻ പറ്റത്തില്ല. പുതിയ നിയമത്തിൽ പറയുന്ന യേശുക്രിസ്തുവിലൂടെ വന്ന കൃപ അത് അൺഡിസേർവ്ഡ് ഫേവർ മാത്രമല്ല. അൺഡിസേർവ്ഡ് ഫേവറിന്റെ അതിന്റെ ഒരു ദൈവത്തിന്റെ ഒരു ഫേവറിന്റെ ഒരു പാർട്ടുണ്ട്. എന്നാൽ അത് അതിന്റെ ഒരു ഡെഫിനേഷനായി മാറുന്നില്ല. എന്തുകൊണ്ടാണ്? എന്നാൽ പഴയ നിയമത്തിലും ആൾക്കാർക്ക് ഹാബേലിന്റെ കാലം മുതലേ എല്ലാവർക്കും അൺഡിസേർവ്ഡ് ഫേവർ, അവരെ അർഹിച്ചിട്ടുള്ള ദാനമൊന്നും അല്ല അവർക്ക് കിട്ടിയത്. അന്ന് അവർക്ക് പാപക്ഷമ കിട്ടിയതെല്ലാം അൺഡിസേർവ്ഡ് ഫേവർ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് അൺഡിസേർവ്ഡ് ഫേവർ ആണ് കൃപ എന്ന് പറഞ്ഞാൽ അതൊരു കറക്റ്റ് ഡെഫിനേഷൻ ആവുന്നില്ല എന്നുള്ള കാര്യം. വേറൊരു ഡെഫിനേഷൻ അതിന്റെ അക്രോണിമായിട്ട് പറയണ്ട്, GRAC, ഗോഡ്സ് റിച്ചസ് അറ്റ് ക്രൈസ്റ്റ് എക്സ്പെൻസ് എന്ന് പറയാറുണ്ട്. അതിൽ വലിയ കുഴപ്പമില്ലാത്ത ഡെഫിനേഷനാണ്. പക്ഷെ എന്നാൽ അത് അത്ര സ്പെസിഫിക് അല്ല. ഗോഡ്സ് റിച്ചസ് ആണ്, ദൈവത്തിന്റെ വലിയ ധനമാണ് ക്രൈസ്റ്റിന്റെ എക്സ്പെൻസിൽ. കർത്താവിന്റെ ക്രിസ്തു വില കൊടുത്തത് കൊണ്ട് ദൈവത്തിന്റെ റിച്ചസ് നമുക്ക് കിട്ടിയ ആ ദൈവത്തിന്റെ റിച്ചസ് ആണെന്ന് പറയുമ്പോൾ അതിന് വലിയ കുഴപ്പമില്ല ഡെഫിനേഷനിൽ. പക്ഷേ അത് അത്ര അങ്ങ് പൂർണ്ണമായിട്ടൊരു ഡെഫിനേഷൻ അല്ല. എന്ന് വെച്ചാൽ എന്താ, ഗോഡ്സ് റിച്ചസ് എന്ന് പറയുമ്പോൾ വളരെ വേഗമായിട്ടുള്ളൊരു കാര്യം. എന്ത് ഗോഡ്സ് റിച്ചസ്? അപ്പൊ നമ്മൾ കണ്ടു നമ്മളുടെ
അത് പുതിയ നിയമത്തിലുള്ള ഒരു പ്രത്യേകമായിട്ടൊരു യേശുക്രിസ്തു കൊണ്ടുവന്ന ഒരു കൃപയുണ്ട്. അത് നമ്മളുടെ വർത്തമാനകാലത്തെയും ഭാവി കാലത്തെയും നേരിടാൻ വേണ്ടി ദൈവം നമ്മളെ ശക്തിപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അത് പരിശുദ്ധാത്മാവിലൂടെയാണ് ലഭിക്കുന്നതെന്ന്. അങ്ങനെ 3 കാര്യങ്ങൾ നമ്മൾ കണ്ടു. 4-ാമത്തെ കാര്യം കൃപ ഒരു ശക്തിയാണെന്ന് നമ്മൾ പറഞ്ഞു. അത് എവിടെ വായിക്കുന്നേ? 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അവിടെ കൃപയെ ശക്തിയോട് ഇക്വേറ്റ് ചെയ്താണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്. 2 കൊരിന്ത്യർ 12-ന്റെ 9-ാമത്തെ വാക്യം, അവൻ എന്നോട്, അവിടെ ഒരു നമുക്കറിയാം അതിന്റെ കോണ്ടെക്സ്റ്റ്, തനിക്ക് ജഡത്തിൽ ഒരു ശൂലം ഉണ്ടായിരുന്നു, അപ്പൊ അത് മാറിപ്പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത് ഉത്തരം കിട്ടുന്നിടം വരെയും പ്രാർത്ഥിച്ചു. 3 തവണ പ്രാർത്ഥിച്ച് പറയുമ്പോൾ 3-ാമത്തെ തവണ കർത്താവ് ഉത്തരം വ്യക്തമായിട്ട് തന്നതുകൊണ്ട് പ്രാർത്ഥന നിർത്തി. ഇനിയിപ്പം കർത്താവ് ഉത്തരം തന്നില്ലായിരുന്നെങ്കിൽ 30 തവണയും 3000 തവണ വേണമെങ്കിൽ പൗലോസ് പ്രാർത്ഥിച്ചതിന്. അപ്പം അത് അവൻ എന്നോട് എന്താ പറഞ്ഞു? എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. അപ്പൊ ആ കൃപയെ എന്തിനോട് ഇക്വേറ്റ് ചെയ്താണ് നമ്മളിവിടെ വായിക്കുന്നത്? My grace is sufficient for you, for my power is perfected. ഇംഗ്ലീഷിലെ for power is perfected in weakness എന്നേ ഉള്ളൂ എന്ന NASB-യിലെ, പക്ഷെ അത് തെറ്റായ ട്രാൻസ്ലേഷനാണ്. മലയാളത്തിൽ എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നത്, എന്റെ എന്നുള്ള വാക്ക് അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഗ്രീക്കിലും മൗ എന്ന് പറഞ്ഞൊരു പദം, മൈ എന്നുള്ളൊരു പദം അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. മൈ പവർ, അവിടെ എന്റെ NASB-യിലെ ഒരു ആരോ ഇട്ടിട്ട് ഞാൻ മൈ എന്ന് എഴുതിയിട്ടുണ്ട്. അത് NASB-ന്റെ അത് പറ്റിയൊരു മിസ്റ്റേക്കാണ്. മൈ എന്നുള്ള വാക്ക് അവിടെ NASB വളരെ ലിറ്ററൽ ആയിട്ടുള്ള ട്രാൻസ്ലേഷൻ എന്നൊക്കെ പറഞ്ഞാലും മനുഷ്യര് ചെയ്യുന്ന കാര്യങ്ങളായതുകൊണ്ട് അതിന്റെ ന്യൂനതകളുണ്ട്. സത്യവേദ പുസ്തകത്തിൽ പല ന്യൂനതകൾ നമ്മൾ പലപ്പോഴും പറയാനുണ്ട്. എന്നാൽ ഇവിടെ സത്യവേദ പുസ്തകത്തിൽ എന്റെ ശക്തി എന്ന് വളരെ കറക്റ്റ് ആയിട്ട് ട്രാൻസ്ലേഷൻ വന്നിട്ടുണ്ടെന്ന്. NASB-യിൽ മൈ ഗ്രേസ് ഇസ് സഫിഷ്യന്റ് ഫോർ യു, ഫോർ മൈ പവർ ഇസ് പെർഫെക്റ്റഡ് ഇൻ വീക്ക്നെസ് എന്നുള്ളൊരു കാര്യം നമ്മളവിടെ വായിക്കുന്നുണ്ട്. അപ്പം ആ കൃപ ദൈവത്തിന്റെ ഒരു ശക്തിയാണ്. കൃപ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിലൂടെ വരുന്നതാണ്, ദൈവത്തിന്റെ ശക്തിയാണ്. അപ്പം പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് ലഭിക്കുന്ന ദൈവത്തിന്റെ ശക്തിയാണ് കൃപ എന്ന് പറയുമ്പോൾ, ആ കൃപ കർത്താവ് നമ്മൾ എങ്ങോട്ടാ പകരുന്നേ? അത് നമ്മൾ നോക്കുവാണെങ്കിൽ അതിന്റെ 5-ാമത്തെ കാര്യമായിട്ട് ആ കാര്യം നമുക്ക് പറയാം. എന്താ, എങ്ങോട്ടാ പകരുന്നേ കൃപ? എബ്രായർ 13-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അവിടെ കൃപ നമ്മുടെ ഹൃദയത്തിലേക്കാണ് പകരുന്നത് എന്നുള്ള കാര്യം നമ്മളവിടെ വായിക്കുന്നത്. ഹൃദയം എന്ന് പറഞ്ഞ വാക്ക് നമ്മുടെ 4 ചേമ്പേർഡ് അനാറ്റമിക്കൽ ഹാർട്ട് അല്ല എന്നുള്ള കാര്യം നമുക്കറിയാം. ഹൃദയം എന്നുള്ളത് ദൈവവചനത്തില് കൂടുതൽ തവണയും അത് ആത്മാവിനെ കുറിക്കുന്ന ഒരു പദമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ചിലയിടങ്ങളിൽ ആത്മാവിനെ ദേഹിയും കൂടെ ഒരുമിച്ച് കുറിക്കുന്ന ഒരു പദമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ എബ്രായർ 13-ന്റെ 9 നമ്മൾ വായിക്കുമ്പോൾ ആത്മാവിനെ സൂചിപ്പിക്കുന്ന കാര്യമായിട്ടാണ് കൃപ ഒരു ഹൃദയം എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. എബ്രായർ 13-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തില്, വിവധവും അന്യവുമായ ഉപദേശങ്ങളാൽ ആരും നിങ്ങളെ വലിച്ചുകൊണ്ട് പോകരുത്, ആചരിച്ചു പോന്നവർക്ക് പ്രയോജനമില്ലാത്ത ഭോജന നിയമങ്ങളാലല്ല എന്തുകൊണ്ട് ഹൃദയം ഉറപ്പിക്കുന്നത് നല്ലത്? കൃപയാൽ തന്നെ ഹൃദയം ഉറപ്പിക്കുന്നില്ല. ഇറ്റ് ഇസ് ഗുഡ് ഫോർ ദ ഹാർട്ട്, ഫോർ ദ സ്പിരിറ്റ് ടു ബി സ്ട്രെങ്തൻഡ് ബൈ ഗ്രേസ്. ഇതിന് ഇക്വലന്റ് ആയിട്ട് ഒരു പദം നമ്മൾ എഫേസ്യർ 3:16 കാണുന്നുണ്ട്. എഫേസ്യർ 3:16 നമ്മുടെ അകത്ത മനുഷ്യനെ ബലപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്ന് പറയുന്നുണ്ട്. അകത്ത മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഈ ഹൃദയം അല്ലെങ്കിൽ ആത്മാവ്. എഫേസ്യർ 3-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം നമുക്ക് ഇതിന് ഇക്വലന്റ് ആയിട്ടുള്ള ഒരു പദമായിട്ട് നമുക്ക് കാണാം. അതായത് ഹൃദയം കൃപയാൽ ഉറപ്പിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും വലിയ തിയററ്റിക്കൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളല്ല പറയുന്നത്. നമ്മളുടെ പ്രായോഗിക ജീവിതത്തിലേക്ക് നമുക്ക് ഹെൽപ്പിനായിട്ട് വരുന്നൊരു കാര്യമായിട്ടാണ് നമ്മളിത് വായിക്കുന്നത്. അതാ എഫേസ്യർ 3:16 വാക്യം എന്താ? അവൻ തന്നെ മഹത്വത്തിന് ധനത്തിന് ഒത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്ത മനുഷ്യനെ സംബന്ധിച്ച ശക്തിയോടെ ബലപ്പെടേണ്ടതിന്. അപ്പം പരിശുദ്ധാത്മാവിനാൽ നമ്മളുടെ അകത്ത മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളുടെ ആത്മാവ് ബലപ്പെടേണ്ടതായിട്ടുണ്ട്. അതാണ് നമ്മൾ സ്ട്രെങ്തൻ വിത്ത് പവർ ത്രൂ ദ ഹോളി സ്പിരിറ്റ് ഇൻ ദ ഇന്നർ മാൻ. ആ ഇന്നർ മാൻ ആണ് ഹാർട്ട്. അതാ ഇറ്റ് ഇസ് ഗുഡ് ഫോർ ദ ഹാർട്ട് ടു ബി സ്ട്രെങ്തൻ ബൈ ഗ്രേസ് എന്നുള്ളൊരു കാര്യം നമ്മൾ വായിക്കുന്നത്. എന്ന് വെച്ചാല് നമ്മളുടെ അതുകൊണ്ടാണ് പുതിയ നിയമത്തില് പറയുന്ന കൃപ പഴയ നിയമത്തിൽ നിന്ന് വ്യത്യസ്തമാണ് നമ്മൾ പറയുന്ന കാര്യം. പഴയ നിയമത്തില് എന്തായിരുന്നു? അന്ന് വീണ്ടും ജനനം എന്നുള്ള ഒരു പ്രോസസ്സ് നമ്മൾ വായിക്കുന്നില്ല. എന്താ, പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിലേക്ക് വന്നത് യേശുക്രിസ്തുവിന് പുണ്യാഹയാഗത്തിന് ശേഷം മാത്രമാണ്. എന്ന് വെച്ചാല് അതിവിശുദ്ധ സ്ഥലമാണ് ആത്മാവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത്, അതിന് തത്തുല്യമായിട്ടുള്ളതെന്നുള്ള കാര്യം സമാഗമന കൂടാരത്തിൽ അതിവിശുദ്ധ സ്ഥലമാണ് ആത്മാവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കാര്യം നമുക്കറിയാം. അപ്പം അതിവിശുദ്ധ സ്ഥലത്തേക്കുള്ള പ്രവേശനം എങ്ങനെ നമുക്ക് ലഭിച്ചേ? കർത്താവ് തന്റെ ദേഹമെന്ന തിരശ്ശീലയെന്ന് നമ്മൾ എബ്രായർ 10:19 തെറ്റായി ട്രാൻസ്ലേറ്റ് ചെയ്തില്ല. എന്നാൽ ജഡമാകുന്ന തിരശ്ശീലയെന്ന് നമ്മൾ പലപ്പോഴും ഇത് കറക്റ്റ് ചെയ്ത് വായിക്കാറുണ്ട്. കർത്താവ് തന്നെ ജഡമാകുന്ന തിരശ്ശീല ചീന്തിയാണ് അതിവിശുദ്ധ സ്ഥലത്തേക്ക് നമുക്കൊരു പ്രവേശനം തന്നിരിക്കുന്നത്. ആ അതിവിശുദ്ധ സ്ഥലത്തേക്ക് നമുക്ക് പ്രവേശനം തന്നിരിക്കുന്നു, അല്ലെങ്കിൽ ദൈവത്തിന് നമ്മളുടെ അതിവിശുദ്ധ സ്ഥലമാകുന്ന ആത്മാവിലേക്ക്
എപ്പോഴാ പ്രവേശനം ലഭിച്ചതെന്ന് ചോദിച്ചാൽ കർത്താവിന്റെ പുണ്യാഹ യാഗത്തിന്, കർത്താവിന്റെ കാൽവരി യാഗത്തിന് ശേഷം മാത്രം. അതുകൊണ്ടാണ് പഴയ നിയമത്തില് പഴയ നിയമത്തില് ഹോളി സ്പിരിറ്റ് കെയിം അപ്പോൺ ദം എന്നാണ് നമ്മൾ വായിക്കുന്നത്. പരിശുദ്ധാത്മാവ് നമ്മൾ സാൻഡ്രോന്ന് എപ്പോഴും പലപ്പോഴും കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ പുതുതായിട്ട് നിങ്ങൾ പറയുകയല്ല. പരിശുദ്ധാത്മാവ് മനുഷ്യരുടെ മേൽ വന്നത്, അത് കെയിം അപ്പോൺ പീപ്പിൾ. ഗിദെയോന്റെ മേലെയും സിംസോന്റെ മേലെയും ദാവീദിന്റെ മേലെയൊക്കെ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. എന്നാൽ സിംസോന്റെ മേലെ ആത്മാവ് വന്നപ്പോഴും സിംസോന്റെ ഹൃദയം അപ്പോഴും ദുർമോഹത്താല് കറപുരണ്ടിരിക്കുമായിരുന്നു. അന്ന് ആത്മാവ് പുറമേ നിന്നുള്ളൊരു ശക്തി, അത് പുറമേ നിന്നുള്ളൊരു ശക്തിപ്പെടുത്തലായിരുന്നു പഴയ നിയമത്തിൽ ഉണ്ടായിരുന്നത്. എന്ന് വെച്ചാൽ മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് ആത്മാവിന് പ്രവേശനമില്ലായിരുന്നു. അത് എവിടെ നമ്മൾ വായിക്കുന്നേ? നമ്മള് ആത്മാവിനെ അത്തരത്തിൽ പകരപ്പെട്ടിട്ടില്ലായിരുന്നു കർത്താവ് തേജസ്കരിക്കപ്പെടാത്തത് കൊണ്ട് എന്ന് എവിടെ വായിക്കുന്നേ? യോഹന്നാൻ 7-ാം അധ്യായത്തിന് 39-ാമത്തെ വാക്യത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ, വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന്, അന്തരാത്മാവിൽ നിന്ന് ജീവജലത്തിന് നദികൾ ഒഴുകും എന്ന ആത്മാവിനെ പകരപ്പെട്ടിട്ടില്ല എന്ന് നമ്മൾ വായിക്കും. അത്തരത്തിൽ പകരപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യം നമ്മൾ അവിടെ യോഹന്നാൻ 7-ന്റെ 38-39 വാക്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. യോഹന്നാൻ 7-ാം അധ്യായത്തിന്റെ 38-ാമത്തെ വാക്യത്തില് എന്താ നമ്മൾ വായിക്കുന്നേ? വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന്, എന്നിൽ വിശ്വസിക്കുന്ന ഉള്ളിൽ നിന്ന്, തിരുവെഴുത്ത് പറയുന്നത് പോലെ, തിരുവെഴുത്ത് യെഹെസ്കേൽ 47-ാം അധ്യായത്തില് ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ, ആലയത്തിന്റെ ഉള്ളിൽ നിന്ന് ആ നദി, അത് വർദ്ധിച്ചു വരുന്ന ഒരു നദി ഒഴുകുന്ന കാര്യമൊക്കെ യെഹെസ്കേൽ 47-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. ആ തിരുവെഴുത്ത് പറയുന്നത് പോലെ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന്, തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും എന്ന് കർത്താവ് വിളിച്ചു പറഞ്ഞു. അവൻ ഇത് തന്നെ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത്. യേശു അന്ന് തേജസ്കരിക്കപ്പെട്ടിട്ടില്ലായകയാൽ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു. അപ്പൊ നമ്മൾ ശരിക്കും പഴയ നിയമത്തിലൊക്കെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നില്ലേ? അപ്പൊ പിന്നെ എന്ത്, ഈ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു എന്ന് പറഞ്ഞാല് ഇത്തരത്തിൽ വന്നിട്ടില്ലായിരുന്നു. ഇൻ ദിസ് വേ എന്നുള്ളത് അവിടെ ഇംപ്ലൈഡ്. ഇൻ ദിസ് വേ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ നിന്ന് ആത്മാവ് ഒഴുകത്തക്കവണ്ണം വന്നിട്ടില്ലായിരുന്നു. എന്ന് വെച്ചാൽ അന്ന് നമ്മള് ഒരു സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ നമ്മൾ സാങ്ക്രിന്ന് കേട്ടിട്ടുള്ളത് പോലെ, ഒരു കപ്പിനകത്ത് നിറയെ അഴുക്ക് പിടിച്ചിരിക്കുവാന്നിരിക്കട്ടെ. ആ കപ്പിന്റെ പുറത്തൊരു ലിഡ്, ഒരു അടപ്പ് വെച്ചു, അതിനുമേൽ കുറെ വെള്ളം കോരി ഒഴിക്കുക. എന്നാൽ ലിഡ് നല്ല ടൈറ്റ് ആയിട്ടിരിക്കുന്നതുകൊണ്ട് കപ്പിന്റെ പുറത്തോട്ട് വെള്ളമെല്ലാം ഒഴുകി, അത് വെള്ളം അങ്ങ് ഒഴുകി പോകുന്നുണ്ട്. എന്നാൽ കപ്പിന്റെ അകം അപ്പോഴും അഴുക്കായിട്ട് തന്നെ ഇരിക്കുക. അങ്ങനെയായിരുന്നു പഴയ നിയമത്തിലെ ശുശ്രൂഷ. എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തില് ദൈവത്തിന് വലിയ ശക്തി ദൈവമനുഷ്യരുടെ മേൽ വന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ ഈ ലിഡ് എന്ന് പറഞ്ഞാൽ എന്താ? അടപ്പെന്ന് പറഞ്ഞാൽ നമ്മളുടെ ജഡഭാഗത്ത് തിരശ്ശീലയാ. വെയിൽ, അതിവിശുദ്ധ സ്ഥലത്തേക്കുള്ള തിരശ്ശീല അതുവരെ ചിന്തപ്പെട്ടിട്ടില്ല. അത് മഹാപാപപ്രായശ്ചിത്ത ദിനത്തില് മഹാപുരോഹിതന് മാത്രം ഒരു ആണ്ടിൽ ഒരിക്കൽ പോകാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട്, മനുഷ്യർക്ക് ആക്സസ് ഇല്ലാത്തൊരു കാര്യമായിട്ടായിരുന്നു അതിവിശുദ്ധ സ്ഥലം, ദൈവത്തിന്റെ ലിറ്ററൽ പ്രസൻസ്. അല്ലെങ്കിൽ നമ്മളുടെ ആത്മാവിലേക്ക്, നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഡയറക്റ്റ് പ്രവേശനം ഇല്ലെന്ന് പറയുന്നത് പോലെ, ദൈവത്തിന് നമ്മുടെ ആത്മാവിലേക്കും പ്രവേശനം ഇല്ലായിരുന്നു. എന്ന് വെച്ചാൽ കർത്താവിന്റെ രക്തത്താല് നമ്മളുടെ പാപക്കറ കഴുകപ്പെട്ടിട്ടില്ലായിരുന്നു. ആടുകളുടെയും കോലാടുകളുടെയൊക്കെ രക്തം പാപം മറയ്ക്കത്ത് മാത്രമേ ഉള്ളായിരുന്നു, കഴുകത്തില്ലായിരുന്നു. ലംഘനം മറയ്ക്കപ്പെട്ടവൻ ഭാഗ്യവാൻ എന്ന് സങ്കീർത്തനം 32:1 നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഒരു സിൻ കവർ ചെയ്യുക മാത്രമേ അന്ന് പഴയ നിയമത്തില് സാധ്യം ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപത്തിൽ നിങ്ങളെ ശുദ്ധീകരിക്കുന്നു, ക്ലെൻസസ് യു എന്ന് നമ്മൾ 1 യോഹന്നാൻ 1:7-9 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ പഴയ നിയമത്തിലെ പാപം മറയ്ക്കപ്പെടുക മാത്രം, ഒരു ബ്ലാക്ക് ബോർഡിൽ നമ്മുടെ പാപങ്ങളെല്ലാം എഴുതിയിട്ടുണ്ടെങ്കിൽ എന്ന് അതൊരു ക്ലോത്ത് എടുത്ത് മറയ്ക്കുന്ന, ഒരു തുണി എടുത്ത് മറയ്ക്കുന്നത് പോലെ ഉള്ളായിരുന്നു പഴയ നിയമത്തില്. എന്നാൽ വർഷാവർഷം അവർക്ക് ആ പാപത്തെക്കുറിച്ചുള്ള ഓർമ്മ വരുന്നു എന്നുള്ള കാര്യമൊക്കെ എബ്രായർ 10:3 നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പഴയ നിയമത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആത്മാവിന്റെ കണ്ണാകുന്ന മനസ്സാക്ഷിയെ കഴുകുവാന്, പൂർണ്ണമാക്കുവാന് അന്ന് പഴയ നിയമത്തിൽ ആരാധനയ്ക്ക് സാധ്യമല്ലായിരുന്നു എന്നൊക്കെ എബ്രായർ 9-ാം അധ്യായത്തിന് 9-ാമത്തെ വാക്യം, ഞാൻ ഇതെല്ലാം കൂടി എടുത്താൽ ചിലപ്പോൾ എല്ലാം കൂടി പറഞ്ഞു വരാൻ സമയമുണ്ടോ എന്ന് അറിയത്തില്ല. നമ്മൾ കഴിഞ്ഞ ആഴ്ചയും ആ വാക്യം ബൈബിൾ സ്റ്റഡിയിൽ നമ്മൾ കണ്ടായിരുന്നു. ഈ ആരാധകനെ പൂർണ്ണമാക്കുവാന് പഴയ നിയമ ആരാധനയ്ക്ക്, അതെ എബ്രായർ 9:9, ഞാൻ അതങ്ങ് വായിക്കുന്നില്ല. നമ്മളത് വർഷിപ്പ് പെർഫെക്റ്റ് ഇൻ കോൺഷ്യൻസ് ആക്കാൻ സാധിക്കത്തില്ലായിരുന്നു. എന്തുകൊണ്ടെന്നാൽ കർത്താവിന്റെ രക്തത്തിന് മാത്രമേ ആ പാപത്തെ കഴുകിക്കളയാൻ പറ്റത്തുള്ളായിരുന്നു. മറ്റേത് പാപം ഒന്ന് മറച്ചു വെക്കാൻ മാത്രമേ ആടുകളുടെയും കോലാടുകളുടെയൊക്കെ രക്തത്തിന് കഴിയുമായിരുന്നുള്ളൂ. അപ്പൊ അങ്ങനെ പാപങ്ങൾ കഴുകപ്പെടാതിരുന്ന ആ ഒരു അവസ്ഥയായതുകൊണ്ട് പരിശുദ്ധമായിട്ടുള്ള ആത്മാവിന്, ആ കറപിടിച്ച മനസാക്ഷിയുള്ള ആത്മാവിലേക്ക് വരാന്, മൃതമായിട്ടുള്ള ആത്മാവിലേക്ക് വരാൻ സാധിക്കത്തില്ലായിരുന്നു. എന്നാൽ പുതിയ നിയമത്തില് യേശുക്രിസ്തുവിന്റെ രക്തം ചൊരിയപ്പെട്ടു. നമ്മളുടെ ഉള്ളം കർത്താവിന്റെ രക്തത്താൽ കഴുകപ്പെട്ട് ആ കപ്പ് ക്ലീൻ ആയി. പുതിയ നിയമത്തിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ചാല്, ഈ ലിഡ്
നമ്മൾ രക്ഷിക്കപ്പെടുമ്പം ഈ ലിഡിൽ ചെറിയൊരു കിഴുത്ത വീഴുക എന്ന് പറഞ്ഞാൽ ഈ തിരശ്ശീലയിൽ ചെറിയൊരു ചീന്തൽ വരിക. നമ്മൾ ആദ്യമായിട്ട് നമ്മളുടെ സ്വന്തം ഇഷ്ടം കർത്താവിനായിട്ട് സമർപ്പിച്ച്, കർത്താവിന് എനിക്ക് വേണ്ടിയല്ല അങ്ങേക്ക് വേണ്ടി ഞാൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു നമ്മളെ തന്നെ സമർപ്പിക്കുമ്പോൾ ഈ ലിഡിൽ ചെറിയൊരു ഓപ്പണിംഗ് വരിക. കർത്താവിന്റെ രക്തം നമ്മളുടെ ആ കപ്പ് ക്ലീൻ ആക്കുകയും പരിശുദ്ധാത്മാവിനെ നമ്മളുടെ ആത്മാവിലേക്ക് ഒഴുകിച്ചെല്ലാന് സാധിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവിടെ അതുവരെ മരിച്ചിരുന്ന നമ്മുടെ ആത്മാവിലേക്ക് വന്ന് നമ്മളുടെ ആത്മാവിന് ഒരു പുതുജീവൻ കൊടുത്തു. ഒരു പുതിയ ശിശുവിനെ പോലെ ഒരു ജീവനായിട്ട്, പുതു സൃഷ്ടിയായിട്ട് നമ്മുടെ ആത്മാവ് ജനിക്കുന്നു. അത് പുതിയ നിയമത്തിൽ സംഭവിക്കുന്നത്. അങ്ങനെ നമ്മള് ആ ക്രൂശിന്റെ വഴിയിൽ നമ്മുടെ സ്വന്തം ഇഷ്ടത്തെ എപ്പോഴൊക്കെ നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു, അങ്ങനെ അത്രയും നമ്മളുടെ ആ ലിഡ് തുറന്നുകൊണ്ടേയിരിക്കും. എന്ന് പറഞ്ഞാൽ അത്രയധികം പരിശുദ്ധം നമ്മളുടെ ആ ജഡമാകുന്ന തിരശ്ശീല എത്രയധികം ചിന്തപ്പെടുന്നു. അതായത് നമ്മുടെ സ്വന്തം ജഡമാകുന്ന തിരശ്ശീല എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം ഇഷ്ടത്തെ നമ്മൾ എത്രമാത്രം നമ്മളെ താഴ്ത്തി ഏൽപ്പിക്കുന്നു, അത്രയധികം പരിശുദ്ധാത്മാവിന്റെ ശക്തിക്ക് നമ്മുടെ ആത്മാവിലേക്ക് വന്ന് പ്രവഹിച്ച് നമ്മുടെ ദേഹിയിലേക്കും ദേഹത്തിലൂടെയൊക്കെ ഒഴുകുവാനുള്ള ഒരു ആക്സസ് കൊടുക്കുന്ന ഒരു കാര്യമാണ് പുതിയ നിയമത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാല് എന്താ നമ്മളുടെ അഞ്ചാമത്തെ പോയിന്റ് നമ്മളിപ്പം പറഞ്ഞ എന്താ, നമ്മളുടെ ആത്മാവിനെ ശക്തിപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ദൈവകൃപ എന്ന് പറഞ്ഞാൽ. എന്നാൽ അത് പഴയ നിയമത്തിൽ ആ ഒരു തരത്തിൽ അത് സാധിക്കത്തില്ലായിരുന്നു. നമ്മളുടെ പഴയ നിയമത്തില് അവരുടെ 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 മേൽ പരിശുദ്ധാത്മാവ് വന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാ പുതിയ നിയമത്തിൽ പറയുന്ന ഈ ഒരു ദൈവകൃപ യേശുക്രിസ്തുവിലൂടെ വന്ന ആ ഒരു ദൈവകൃപ. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം, നമ്മൾ പുതിയ നിയമത്തില് പുതിയ ഉടമ്പടിയിൽ ജീവിക്കുന്ന നമ്മൾ എത്ര ഭാഗ്യമുള്ളവരാണ്. ദൈവം നമുക്ക് എത്ര വലിയൊരു ആക്സസ് തന്നിട്ടുണ്ട്. ശരിയാണ്. അപ്പൊ നമ്മളോട് കൂടുതൽ കിട്ടിയതിനോട് കൂടുതൽ ചോദിക്കുന്നുള്ളത് വേറൊരു കാര്യം. ലൂക്കോസ് 12:48 അത് നമ്മൾ വായിക്കുന്നുണ്ട്. കൂടുതൽ കിട്ടിയതിനോട് കൂടുതൽ ചോദിക്കും. അപ്പൊ അതുകൊണ്ട് പഴയ നിയമ ഭൃത്യന്മാരോട് ചോദിച്ചാലും കൂടുതലായിട്ടുള്ള കാര്യമാണ് നമ്മൾ പുതിയ നിയമത്തിലുള്ള നമ്മളോട് ചോദിക്കുന്നത് എന്നുള്ള വേറൊരു കാര്യം. എന്ന് വെച്ചാൽ അന്ന് അവർക്ക് അകമേ ആ ഒരു തരത്തില് പാപത്തെ ജയിക്കാൻ സാധിക്കില്ലായിരുന്നു. എന്ന പുതിയ ഉടമ്പടിയിൽ നമുക്ക് അകമയുള്ള പാപത്വം, നമ്മൾ ഗിരിപ്രഭാഷണത്തിലേക്ക് നോക്കുമ്പോൾ അകമയുള്ള പാപങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളെ കർത്താവ് പറയുന്നത്. പഴയ നിയമത്തിലെല്ലാം പുറമെയുള്ള പാപങ്ങളെ കുറിച്ചാണ് വെച്ചാൽ അവർക്ക് അത്രയും പറ്റത്തില്ലായിരുന്നു. അവരുടെ മോഹിക്കരുതെന്നുള്ളൊരു കൽപ്പന കർത്താവിന് കൊടുത്തു വെച്ചു. ആരൊക്കെ സത്യസന്ധരാണെന്ന് നോക്കി. എന്നാൽ പൗലോസ് ശൗല് സത്യസന്ധനായതുകൊണ്ട് തന്നില് അത് പ്രമാണിക്കാൻ സാധിക്കുന്നില്ല, അകമയുള്ള കൽപ്പന സാധിക്കുന്നില്ല എന്നുള്ള ആ ഒരു നിലവിളിയും കൂടാണ് അവനെ ക്രിസ്തുവിലേക്ക് നടത്തിയത്. അവനെ ദമാസ്കസിലുള്ള പടിവാതിൽക്കല് അവന് പല കാര്യങ്ങളിൽ അവന്റെ ആ ഒരു മനസാക്ഷി കുറ്റസ്ഥ, പനോസിന്റെ പ്രാർത്ഥന, തന്റെ ജീവിതത്തിൽ ഉള്ള ഈ ഒരു നിലവിളി, താൻ ന്യായപ്രമാണപ്രകാരം പുറമേ ബ്ലെയിംലെസ് ആണ്, പുറമേ വലിയ കപടമൊന്നുമില്ല എന്ന അകമേ തന്റെ ഒരു സ്ട്രഗിള്, അതെല്ലാം അവന്റെ ആ ഒരു ദമാസ്കസിലുള്ള പടിവാതിൽ കർത്താവിനെ കാണുന്നതിന്റെ ആ ഒരു വെളിപ്പാടിലേക്ക് അവനെ വഴി നടത്തി എന്നുള്ളൊരു കാര്യം. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ എന്താ, എന്തൊക്കെയാ നമ്മൾ പറഞ്ഞേ, യേശുക്രിസ്തുവിലൂടെ ലഭിക്കുന്ന കൃപ അത് നമ്മളുടെ വർത്തമാനകാലത്തെയും ഭാവി കാലത്തെയും ഡീൽ ചെയ്യാനായിട്ട് ദൈവം തരുന്ന ഒരു ശക്തിയാണ്. അത് പരിശുദ്ധാത്മാവിലൂടെയാണ് വരുന്നത്. അത് ദൈവത്തിന്റെ ശക്തിയാണ്. അത് നമ്മുടെ ആത്മാവിനെ ശക്തിപ്പെടുത്തുന്നു. അതുകൊണ്ടാണ് നമ്മളത് പഴയ നിയമത്തിൽ സാധ്യമല്ലാതിരുന്ന ഒരു കാര്യമാണ് ഇന്ന് പുതിയ നിയമത്തിൽ നമ്മുടെ ആത്മാവ് പരിശുദ്ധാത്മാവിനാലും ശക്തി പ്രാപിക്കുവാന്. അതായത് നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തിപ്പെടുമ്പോഴാണ് പല പ്രലോഭനങ്ങളുടെ പല തള്ളലുകളും ഇരച്ചിലുകളും ഒക്കെ വരുമ്പോൾ നമ്മളുടെ അകത്തെ മനുഷ്യൻ പരിശുദ്ധാത്മാവിനെ ശക്തിപ്പെടുമ്പോഴാണ് അകത്തെ മനുഷ്യന് പാപത്തിന്റെ ചിന്തകളെ, പാപത്തിന്റെ വിചാരങ്ങളെ നമ്മളുടെ ഉള്ളത്തിലേക്ക് പ്രവേശിക്കാതെ വണ്ണം അത് തടുത്തു നിർത്തുവാന് അകത്തെ മനുഷ്യന് പരിശുദ്ധാത്മാവിനാലും ദൈവവചനത്താലും ഒക്കെ ശക്തി പ്രാപിക്കുന്ന ഒരു കാര്യം നമ്മൾ വായിക്കുന്നു. അപ്പൊ 5 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. 6ാമത്തെ കാര്യം, ഇത് ഒരു സഹായമാണ്, തക്ക സമയത്തുള്ള ഒരു സഹായമാണ്. അത് നമ്മൾ ഓൾറെഡി ആ വായിച്ച വാക്യത്തിൽ തന്നെ ഉണ്ട്. ഇവിടെ എബ്രായർ 4:16 അത് തക്ക സമയത്തുള്ള ഒരു സഹായമാണ് ഈ കൃപ എന്ന് പറയുന്നത്. അത് നമ്മൾ അതുകൊണ്ട് കരുണ ലഭിക്കുവാനും തക്ക സമയത്തിന് സഹായത്തിനുള്ള കൃപ. ആ സഹായം എന്ന് പറയുമ്പോൾ എന്താ നമുക്കുള്ള നീഡ് എന്താ? പാപത്തെ, ക്രിസ്തുവിന് ചേരാത്തതായുള്ള പല കാര്യങ്ങളും, പല മനോഭാവങ്ങളും ചിന്തകളും പല പ്രവൃത്തികളും വാക്കുകളും ഒക്കെ വരുമ്പോൾ നമുക്ക് കോപിക്കാനോ മോഹിക്കാനോ പരദൂഷണം പറയാനോ വിധിക്കാനോ ആകുല ചിന്തകളിലേക്ക് പോകാനോ ഒക്കെ ഉള്ള പ്രലോഭനങ്ങൾ വരുമ്പോൾ അവിടെ കർത്താവെ ആ തക്ക സമയത്തിന് അവിടുത്തെ ഒരു സഹായം, ഇറ്റ്സ് എ ടൈംലി ഹെൽപ്പ്, പരിശുദ്ധാത്മാവിലൂടെ ദൈവം തരുന്ന ഒരു ശക്തി, അത് നമ്മളെ സഹായിക്കുന്ന ഒരു ശക്തിയാണ്. അതാണ് നമ്മൾ 6ാമത്തെ കാര്യമായിട്ട് ഹെൽപ്പ്. എബ്രായർ 4:16 നമ്മളെ സഹായിക്കുന്നതിനുള്ള ഒരു ശക്തിയാണെന്നുള്ളൊരു കാര്യമാണ് ഈ കൃപയെ കുറിച്ച് നമ്മൾ വായിക്കുന്നത്. പിന്നെ ഈ കൃപ ദൈവം ആർക്കാ കൊടുക്കുന്നേ? കർത്താവിന് എന്തെങ്കിലും മുഖപക്ഷമുണ്ട്? നമ്മളെ CFC സൗകര്യങ്ങൾക്കൊക്കെ ഏറ്റവും പരിചയമുള്ളൊരു പദമുണ്ട്, എന്താ? ദൈവം ആർക്ക് കൃപ കൊടുക്കുന്നു? താഴ്മയുള്ളവർക്ക് കൃപ കൊടുക്കുന്നു. നമ്മൾ എപ്പോഴും
പറയുന്നൊരു കാര്യം. എവിടെ അത് പറയുന്നേ? അത് സദൃശവാക്യം 3:34 കോട്ട് ചെയ്തുകൊണ്ട് 1 പത്രോസ് 5:6 ആ യാക്കോബ് 4:6 നമ്മളത് വായിക്കുന്നുണ്ട്. ഞാൻ ആ വാക്യത്തിലേക്ക് പോകുന്നില്ല, സമയം കുറവുള്ളത് കൊണ്ട്. എന്താ 1 പത്രോസ് 5:6 ദൈവം നിഗളികളെ എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്ക് കൃപ കൊടുക്കുന്നു. അത് തന്നെ യാക്കോബ് 4:6 അത് സദൃശവാക്യം 3:34 എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു കാര്യം പുതിയ നിയമത്തില് അത് പത്രോസ് മാത്രമല്ല യാക്കോബും എല്ലാം വീണ്ടും വീണ്ടും എതിർത്ത് പറയുമ്പോൾ നമുക്ക് ദൈവത്തിന്റെ കൃപ എപ്പോഴാണ് ലഭിക്കുന്നത്? ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി എപ്പോഴാണ് ലഭിക്കുന്നത്? കൃപ എന്ന് പറഞ്ഞാൽ എന്താ? പരിശുദ്ധാത്മാവിന്റെ ശക്തി, നമ്മുടെ ആത്മാവിനെ ശക്തിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ് കൃപ എന്നാ നമ്മൾ ഇത്രയും നേരം മനസ്സിലാക്കിയല്ലേ. അപ്പൊ അത് എപ്പോഴാണ് നമുക്ക് ലഭിക്കുന്നത് വെച്ചാൽ അങ്ങനെ തന്നെ താഴ്ത്തു. നമ്മൾ ആദ്യമായിട്ട് ദൈവത്തിന്റെ ആ സ്നേഹത്തെ, കാൽവരി കുരിശിലെ കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു എന്നുള്ള ഒരു സ്നേഹത്തെ കണ്ട് പരിശുദ്ധാത്മാവിന്റെ പ്രേരണയ്ക്ക് നമ്മളൊന്ന് പ്രതികരിച്ച് നമ്മെ തന്നെ അങ്ങ് താഴ്ത്തിയപ്പോഴാണ് കർത്താവിന്റെ രക്തം നമ്മളുടെ ആത്മാവിന്റെ കണ്ണായിട്ടുള്ള മനസാക്ഷിയെ കഴുകി പരിശുദ്ധാത്മ നമ്മുടെ ഹൃദയത്തിലേക്ക് വന്ന് നമ്മുടെ ആത്മാവിലേക്ക് വന്ന് നമ്മൾ വീണ്ടും ജനിക്കുമാറായത്. ആദ്യമായിട്ട് കർത്താവിന്റെ കൃപയാൽ നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ അവിടെ ഒരു താഴ്മയുണ്ട്. നമുക്ക് വലിയ താഴ്മ ഉണ്ടായിട്ടൊന്നും തോന്നിയില്ലെങ്കിലും അറിഞ്ഞോ അറിയാതെ നമ്മൾ നമ്മളെ തന്നെ താഴ്ത്തി. ഇന്ന് എത്രയോ ജനകൂടികള് ഞങ്ങൾക്ക് തന്നെ ഞങ്ങളെ രക്ഷിക്കാൻ സാധിക്കും, നിങ്ങള് യേശുവിന്റെ ഈ ഫ്രീ ഗിഫ്റ്റ് എന്താ രക്ഷ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്ത് നേടുന്ന, അല്ലെങ്കിൽ ഞങ്ങളിപ്പം 10,000 പടികൾ കയറുവോ, ശയനപ്രദക്ഷിണം ചെയ്യാനോ അല്ലെങ്കിൽ ആണിമയെ കിടക്കാനോ എന്തെങ്കിലുമൊക്കെ പല പല നല്ല ദാനങ്ങളും ദാനധർമ്മങ്ങളും ഒക്കെ ചെയ്ത് രക്ഷ നേടാമായിരുന്നെങ്കിൽ ഞങ്ങൾ അങ്ങ് രക്ഷ നേടാമായിരുന്നു. നിങ്ങൾ ഈ ഫ്രീ ആയിട്ട് ഇത്ര ചീപ്പായിട്ടുള്ള കാര്യമാണ്, ഫ്രീ ആയിട്ട് കിട്ടുന്ന കാര്യങ്ങളൊക്കെ ചീപ്പാണെന്ന് വിചാരിക്കുന്നതുകൊണ്ട് ഈ ഫ്രീ ആയിട്ടുള്ള രക്ഷ എന്ന ആൾക്കാർ വിചാരിക്കും. അത് പക്ഷെ അവരുടെ നിഗളമാണ് ആ ഫ്രീ ആയിട്ടുള്ള കാര്യത്തെ ഏറ്റെടുക്കാൻ പറ്റാതെ. അത് ചീപ്പായതുകൊണ്ടല്ല ദൈവം ഫ്രീ ആയിട്ട് തന്നെ. ഇറ്റ് ഇസ് ടു എക്സ്പെൻസീവ് ഫോർ us to buy. ഈ രക്ഷ ഏറ്റവും വിലപിടിപ്പുള്ളതായതുകൊണ്ട് അത് നമ്മളിനിപ്പം എന്ത് ചെയ്തെന്ന് തലകുത്തി മറിഞ്ഞാലും ഈ രക്ഷ നമുക്ക് വാങ്ങിക്കാൻ തക്കവണ്ണമുള്ള ഒരു പ്രാപ്തി നമുക്ക് ഇല്ലാത്തത് കൊണ്ടാണ് നമുക്കത് ഫ്രീ ആയിട്ട് തരുന്നത്. അത് ചീപ്പായതുകൊണ്ടല്ല, ഏറ്റവും വിലയുള്ളതായതുകൊണ്ട്. അപ്പം താഴ്മയുള്ളവർക്ക് കർത്താവ് കൃപ ലഭിക്കുന്ന പറഞ്ഞാൽ നമ്മുടെ രക്ഷ തുടക്കത്തിൽ തന്നെ കൃപയാൽ വിശ്വാസം വഴി രക്ഷിക്കപ്പെട്ട് നമ്മൾ എഫേസ്യർ 2:8 നമ്മൾ കണ്ടപ്പോൾ ആ കൃപയാൽ എന്ന് പറയുമ്പോൾ നമ്മെ തന്നെ ഒന്ന് താഴ്ത്താൻ നമ്മളെ തന്നെ നമുക്ക് താഴ്ത്താൻ ശക്തിയില്ല. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രേരണ ഇപ്പോഴും ഉണ്ട്. പരിശുദ്ധാത്മ നമ്മുടെ മേൽ വ്യാപരിക്കുന്നു. കർത്താവ് ഹൃദയവാതിൽക്കൽ നിന്ന് കൊട്ടുന്നു. വെളിപാട് 3:20 നമ്മൾ വായിക്കുന്നത് പോലെ. അപ്പൊ അങ്ങനെ കർത്താവിന്റെ ആ കൊട്ടല് കേൾക്കാനും കർത്താവിന്റെ ആ കൊട്ടലിനോട് പ്രതികരിക്കാൻ നമുക്കൊരു ചോയ്സ് ദൈവം തന്നിട്ടുണ്ട്. എന്നാൽ അത് പ്രതികരിക്കാനുള്ള ശക്തിയെല്ലാം കർത്താവിന്റെ തന്നെ, എന്നാൽ പ്രതികരിക്കാനുള്ള ഒരു കപ്പാസിറ്റി, അതിനുള്ള പ്രതികരിക്കാനുള്ള ഒരു തിരഞ്ഞെടുപ്പ് കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. കാൽവിനിസ്റ്റുകൾ പറയുന്നത് പോലെ എല്ലാം നമുക്ക് ഫ്രീ വില്ലേ ഇല്ല എന്ന് പറഞ്ഞാൽ അത് ദൈവദൂഷണമാണ്. അപ്പൊ അങ്ങനെ നമുക്ക് കർത്താവ് എല്ലാവരും രക്ഷിക്കണം, അല്ലെങ്കിൽ കർത്താവ് പക്ഷഭേദം എന്ന് പറയണം. നമുക്കൊരു ഫ്രീ വില്ല് ദൈവം തന്നിട്ടുണ്ട്, നമുക്കൊരു ചോയ്സ് തന്നിട്ടുണ്ട്. പക്ഷെ ആ ചോയ്സ് ചൂസ് ചെയ്യാൻ കർത്താവിന്റെ കൃപ നമുക്ക് വേണം. പക്ഷെ ആ കർത്താവിന്റെ ആ പ്രേരണയ്ക്ക് ജസ്റ്റ് റെസ്പോണ്ടഡ് ടു ദ പ്രോംപ്റ്റിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മ പ്രേരണയ്ക്ക് നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാനായിട്ട് കർത്താവ് നമ്മളെ സഹായിച്ചു. അപ്പൊ അങ്ങനെ നമ്മൾ രക്ഷിക്കപ്പെട്ടു. വീണ്ടും ആ പരിശുദ്ധാത്മാവിന്റെ പ്രേരണയ്ക്ക് കീഴടങ്ങി നമ്മെ തന്നെ താഴ്ത്തിക്കൊണ്ടേയിരിക്കുകയാണെങ്കിൽ നമ്മളെ തന്നെ ഒരു സീറോ ആയിട്ട്, ഒരു വട്ടപൂജ്യമായിട്ടൊന്ന് നമ്മളെപ്പോഴും പറയുന്നത് പോലെ നമ്മൾ താഴ്ത്തിക്കൊണ്ടേയിരിക്കുകയാണെങ്കിൽ പരിശുദ്ധാത്മാവ് അളവില്ലാതെ നമ്മൾ ഒന്ന് നിറഞ്ഞുകൊണ്ടേയിരിക്കും. യേശുവിന്റെ കർത്താവ് അളവില്ലാതെ പരിശുദ്ധാത്മാവിനെ യേശുവിന് കൊടുത്തു എന്ന് യോഹന്നാൻ 3:34 നമ്മൾ വായിക്കുമ്പോൾ എന്തുകൊണ്ടാ? യേശുക്രിസ്തു തൃത്വത്തിൽ രണ്ടാമനായതുകൊണ്ടല്ല, കർത്താവ് അളവില്ലാതെ തന്നെ താഴ്ത്തിയത് കൊണ്ട് താഴ്മ ലഭിക്കുന്നവർക്ക് കൃപ ലഭിക്കുന്നു. ഇനിയിപ്പം ദൈവത്തിന് മുഖപക്ഷമില്ല എന്ന് പല വാക്യങ്ങളിൽ നമ്മൾ കാണാറുണ്ട്. ഗലാത്യർ 2:6 അപ്പോസ്തലപ്രവൃത്തികൾ 10:35 റോമർ 2:11 നമ്മൾ പലപ്പോഴും ആ വാക്യങ്ങൾ വായിച്ചിട്ടുണ്ട്. ദെയർ ഇസ് നോ പാർഷ്യാലിറ്റി വിത്ത് ഗോഡ്. ഇന്ന് ഏറ്റവും ദൈവാത്മാവുള്ള ദൈവമനുഷ്യൻ ഇന്ന് നിഗളിക്കുവാണെങ്കിൽ ദൈവം തന്നെ കൃപയുടെ അളവങ്ങ് കുറയും. അത് ദൈവത്തിന്റെ പ്രമാണമാണ്. അങ്ങനെ ഏറ്റവും നിഗളിയായിട്ടുള്ള മനുഷ്യൻ നെബൂഖദ്നേസർ വലിയ നിഗളിയായിരുന്നു, എന്നാൽ തന്നെ താഴ്ത്തി. എന്നാൽ ആ ഒരു അളവില് ആ ഒരു തരത്തിലുള്ള കൃപ അന്ന് പഴയ നിയമത്തിലില്ലായിരുന്നെങ്കിലും ദൈവത്തിന് ഒരു പ്രസാദം അവന് ലഭിച്ചതായിട്ട് നമ്മളിവിടെ ദാനിയേലിന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. അപ്പം നമ്മെ തന്നെ താഴ്ത്തുമ്പോൾ നമ്മെ തന്നെ ഏതൊരു അവസ്ഥയിലും കർത്താവേ എന്റെ സ്വന്തം ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം, ഞാൻ എന്നെ തന്നെ അങ്ങ് താഴ്ത്തുന്നു എന്ന് പറയുന്നത് ദൈവത്തിന്റെ കൃപ. അതൊരു വലിയൊരു വെള്ളച്ചാട്ടമായിട്ട് നമ്മളിലേക്ക് വന്ന് ഒഴുകുന്നു. അപ്പൊ 7ാമത്തെ കാര്യം നമ്മൾ പറഞ്ഞു, ഈ കൃപ എന്തിനു വേണ്ടിയാ? നമ്മളെ പാപത്തെ ജയിക്കാൻ വേണ്ടിയാണ്. അതാ 8ാമത്തെ കാര്യം. റോമർ 6:14 നമ്മളെപ്പോഴും നമ്മുടെ ചർച്ചസിൽ പറയാറുള്ള ഒരു വാക്യമാണ്. സിൻ ഷാൽ നോട്ട് ബി മാസ്റ്റർ ഓവർ യു, ഫോർ യു ആർ നോട്ട് അണ്ടർ ലോ ബട്ട് അണ്ടർ ഗ്രേസ്. നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്ക് അധീനരാകിയാൽ പാപം നിങ്ങളുടെ മേൽ കർത്തൃത്വം നടത്തുകയില്ല. എവിടെ പറയുന്നു? റോമർ 6:14.
14-ാമത്തെ വാക്യം. അപ്പൊ ഈ കൃപയ്ക്ക് നമ്മൾ അധീനരാകുമ്പോൾ, കൃപ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളുടെ ആത്മാവിനെ ശക്തിപ്പെടുത്തുന്ന, നമ്മളെ സഹായിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ് കൃപയെന്ന് നമ്മൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത്. അത് എന്തിനു വേണ്ടിയാണ്? നമുക്ക് അത് താഴ്മയുള്ളവർക്ക് നമ്മൾ താഴ്ത്തുമ്പോഴാണ് ദൈവം നമുക്ക് തരുന്നേ. നമുക്ക് ഇത്ര ഇത്ര വർഷങ്ങൾ എനിക്ക് കൃപ ലഭിച്ചു എന്നുള്ളത് കൊണ്ട് ഇന്ന് എനിക്ക് കൃപ ലഭിക്കണമെന്നില്ല. ഇന്ന് ഞാൻ നിഗളിച്ച ആ കൃപ അങ്ങ് ചോർന്നു പോകാം. എന്നാൽ നമ്മൾ തന്നെ താഴ്ത്തിക്കൊണ്ടേയിരിക്കുകയാണെങ്കിൽ കർത്താവ് കൃപ തന്നുകൊണ്ടേയിരിക്കും, പരിശുദ്ധാത്മാവിന്റെ ശക്തി തന്നുകൊണ്ടേയിരിക്കും. ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിക്ക് ഞാൻ അധീനനാകുമ്പോഴാണ് when I'm under the waterfall of grace. നമുക്ക് ഒരു വെള്ളത്തില് മുങ്ങണമെങ്കിൽ രണ്ടു തരത്തിൽ മുങ്ങും. ഒന്ന്, നമ്മൾ വാട്ടർ ബാപ്റ്റിസത്തില്, ജലസ്നാനത്തിൽ നമ്മൾ ഒരു ജലാശയത്തില് നമ്മൾ താഴുന്നു. എന്നാൽ ഇവിടെ പരിശുദ്ധാത്മ സ്ഥാനത്തില് നമ്മള് സ്വർഗത്തിൽ നിന്ന് വരുന്ന വലിയൊരു നദിയെ കുറിച്ച് നമ്മൾ എവിടെ വായിക്കുന്നേ? വെളിപാട് പുസ്തകം 22-ന്റെ 1-ാമത്തെ വാക്യത്തിൽ, ഞാൻ സമയത്തുള്ളതുകൊണ്ട് ഞാൻ റെഫറൻസ് മാത്രം പറയും, നിങ്ങൾ അത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്, എഴുതിയെടുക്കുക. വെളിപാട് 22-ന്റെ 1-2 വാക്യങ്ങളിൽ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്ന് ഒരു ജീവജല നദി, ശുഭ്രമായ ഒരു ജീവജല നദി ഒഴുകുന്നതായിട്ട് നമ്മൾ വായിക്കുന്നു. അതിന്ന് ഭൂമിയിലേക്ക് ഒഴുകുക, പരിശുദ്ധാത്മാവിന്റെ നദി ഒഴുകുക. വെളിപാട് 22-ന്റെ റെവലേഷൻ 22:1-2. അപ്പൊ നമ്മെ തന്നെ താഴ്ത്തുമ്പോൾ നമ്മൾ എങ്ങോട്ടാ വരുന്നേ? നമ്മളുടെ പ്ലേസ്മെന്റ് എവിടെ ആയി? നമ്മുടെ ലൊക്കേഷൻ എവിടെ എത്തും? നമ്മെ തന്നെ നിഗളിക്കുമ്പോൾ നമ്മൾ ഈ നദിയുടെ അപ്പുറമൊക്കെ അങ്ങ് പോകും. നമ്മെ തന്നെ താഴ്ത്തുമ്പോൾ നമ്മളുടെ ലൊക്കേഷൻ എങ്ങോട്ട് വരും? കറണ്ട് ലൊക്കേഷൻ എവിടെ? നമ്മൾ ആ നദിയുടെ കീഴിലേക്ക് വരുമ്പം ആ കൃപയ്ക്ക് അധീനരാകുമ്പോൾ, പരിശുദ്ധാത്മന്റെ ശക്തിക്ക് അധീനരാകുമ്പോൾ നമുക്ക് പാപത്തെ ജയിക്കാൻ സാധിക്കും. നമ്മുടെ രക്ഷയില് നമ്മൾ കൃപമേൽ നമ്മൾ നിൽക്കുകയാണ്. നമ്മളിപ്പോ റോമർ 6:14 നമ്മൾ കണ്ടു. റോമർ 5-ന്റെ 1-ാമത്തെ വാക്യത്തിലേക്ക്, 1-2 വാക്യങ്ങളിലേക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ അവിടെ നാം നിൽക്കുന്ന ഈ കൃപയിൽ എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്, അല്ലെ? റോമർ 5-ന്റെ 2-ാമത്തെ വാക്യം, ഇൻട്രൊഡക്ഷൻ ബൈ ഫെയ്ത്ത് ഇൻ ടു ദിസ് ഗ്രേസ് ഇൻ വിച്ച് വി സ്റ്റാൻഡ്. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം എന്ന് നമ്മളവിടെ റോമർ 5-ന്റെ 2-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്. പറഞ്ഞാൽ നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ, നമ്മൾ നീതീകരിക്കപ്പെടുന്ന കാര്യം 1-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്. നമ്മൾ രക്ഷിക്കപ്പെടുന്നു, നമ്മൾ നീതീകരിക്കപ്പെടുന്നു, കർത്താവിന്റെ കൃപയാലാണ് നമ്മൾ നീതീകരിക്കപ്പെടുന്നത്. ഇതേ റോമർ 5-9 നമ്മൾ വായിക്കുന്നുണ്ട്. 5-9 രക്തത്താൽ നീതീകരിക്കപ്പെടുന്നു എന്ന് വായിക്കുന്നുണ്ട്. കൃപയാൽ നീതീകരിക്കപ്പെടുന്നു എന്ന് നമ്മള് റോമർ 3-ന്റെ അതിന്റെ 24-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്. കൃപയാലാണ് ജസ്റ്റിഫൈഡ് ആസ് എ ഗിഫ്റ്റ് ബൈ ഹിസ് ഗ്രേസ്. റോമർ 3-ന്റെ 24 അവന്റെ കൃപയാൽ ക്രിസ്തുയേശുവിലുള്ള വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത് എന്നുള്ള കാര്യം. നമ്മളെ നീതീകരിക്കുന്നത്, നമ്മൾ ഇതുവരെ പാപം ഒന്നും ചെയ്തിട്ടില്ല, കർത്താവിനെ പോലെ നമ്മൾ അനുസരിച്ചു എന്ന വണ്ണം നമ്മളെ കണക്കാക്കുന്നതല്ല, ദൈവത്തിന്റെ കൃപയാണ്. റോമർ 3-ന്റെ 24. അപ്പൊ നമ്മൾ കൃപയിൽ നിൽക്കുക. എന്നാ ഈ കൃപ വർദ്ധിച്ച് വർദ്ധിച്ച് വരുന്നു. ഒരു വാട്ടർഫോള്, ആദ്യം കണങ്കാല് വരെ വെള്ളം ഉണ്ടായിരുന്നു, പിന്നെ മുട്ടോളം അരയോളം നീന്തിയിട്ടല്ലാതെ കിടക്കുന്ന, നമ്മൾ എഹെസ്കേൽ 47 വായിക്കുന്ന അതേ ചിത്രമാണ് ഇവിടെ. റോമർ 5-ന്റെ 1-ാമത്തെ വാക്യത്തിൽ, 2-ാമത്തെ വാക്യത്തിൽ കൃപയിൽ നിൽക്കുന്നു. പിന്നെ നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ അതിന്റെ 17-ാമത്തെ വാക്യത്തില്, അതിന്റെ 15-ാമത്തെ വാക്യത്തിൽ ഈ കൃപ എബൗണ്ട് ചെയ്യുന്ന കാര്യം വായിക്കുന്നേ, വർദ്ധിക്കുന്നു, പെരുകുന്ന കാര്യം വായിക്കുന്നുണ്ട്. റോമർ 5-ന്റെ 15-ല് എന്റെ ആ ലാറ്റപ്പാട്ട് മാത്രം വായിക്കുമെങ്കിലും, എങ്കിൽ ദൈവകൃപയും ഏകമനുഷ്യനായ ക്രിസ്തുയേശുവിന്റെ കൃപയാലുള്ള ദാനവും അനേകർക്ക് വേണ്ടി ഏറ്റവും അധികം കവിഞ്ഞിരിക്കുന്നു. എബൗണ്ട്. അപ്പൊ ഈ കൃപ നമ്മെ തന്നെ താഴ്ത്തിക്കൊണ്ടേ ഇരിക്കുവാണെങ്കിൽ കൃപയുടെ അളവ് കൂടിക്കൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് അത് എബൗണ്ട് എന്ന് വായിച്ചിട്ട് അതിന്റെ 20-ാമത്തെ അതിന്റെ 17-ാമത്തെ വാക്യത്തിലും എന്താ നമ്മൾ വായിക്കുന്നത്? റോമർ 5-ന്റെ 17, ഏകന്റെ ലംഘനത്തിൽ മരണം ആ ഏകൻ നിമിത്തം വാണുവെങ്കിൽ കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഏക നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. കൃപയുടെ സമൃദ്ധി ലഭിക്കുമ്പോഴാണ് നമുക്ക് കർത്താവിന്റെ കൂടെ പാപത്തെയും ജഡത്തെയും, പാപത്തെ എന്ന് പറഞ്ഞാൽ ജഡത്തെയും ലോകത്തെയും പിശാചിനെയൊക്കെ ജയിച്ച് ജീവിക്കാൻ സാധിക്കുന്ന. അതിന്റെ 20-21 വാക്യങ്ങളിലും കൃപ വർദ്ധിക്കുന്ന. ഗ്രേസ് എബൗണ്ടഡ് ഓൾ ദ മോർ. കൃപ അത്യന്തം വർദ്ധിച്ചു. അതിന്റെ അവസാനം റോമർ 5-ന്റെ 20. 21-ാമത്തെ വാക്യത്തിൽ കൃപ വാഴുന്നതിനെ കുറിച്ച്, നമ്മളിൽ കൃപ വാഴുന്നു. പാപം മരണത്താൽ വാണതുപോലെ കൃപയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നീതിയാൽ നിത്യജീവനിലേക്ക്, കർത്താവിന്റെ ജീവൻ, കർത്താവിന്റെ സ്വഭാവം, കർത്താവിന്റെ ലൈഫിലേക്ക് വാഴുന്ന ഒരു കൃപയെ കുറിച്ച് വായിക്കുന്നു. അപ്പൊ അങ്ങനെ നമ്മൾ നിൽക്കുന്ന ഈ കൃപ നമ്മൾ അധികരിച്ച് പിന്നെ നമ്മൾ ആ കൃപയ്ക്ക് അധീനരാകുന്നു. അതാ റോമർ 6-ന്റെ 14 താഴോട്ട് വരുമ്പോൾ റോമർ 5-ന്റെ 2 വായിച്ചിട്ട് നമ്മളിപ്പം 15, 17, 20, 21 വാക്യങ്ങളിലൊക്കെ കൃപ അധികരിച്ച് വന്ന് നമ്മൾ കൃപയ്ക്ക് അങ്ങ് അധീനരാകുന്നു. അപ്പോൾ എന്താ പറ്റുന്നേ? പാപം നമ്മളുടെ മേൽ കർത്തൃത്വം നടത്തിയില്ല. നമ്മളായിട്ട് ഇത് പാപത്തെ ജയിക്കാൻ നോക്കിയാൽ ഒരിക്കലും സാധിക്കത്തില്ല. നമ്മുടെ പാപത്തെ വീണ് പോകത്തേയുള്ളൂ. എന്നാൽ നമ്മെ തന്നെ അങ്ങ് താഴ്ത്തിക്കൊണ്ടേയിരുന്ന കൃപ നമ്മളുടെ ജീവിതത്തിൽ വർദ്ധിച്ച് വന്ന് നമ്മൾ കൃപയ്ക്ക് അങ്ങ് അധീനരാകുമ്പോൾ നമുക്ക്
കോപിക്കാതിരിക്കാനും മോഹിക്കാതിരിക്കാനും സത്യമായിട്ടിരിക്കുവാനും ആകുലപ്പെടാതിരിക്കാനും മറ്റുള്ളവർ വിധിക്കാതിരിക്കാനും ഒക്കെ ദൈവം നമുക്ക് തന്നിട്ടുള്ള വെളിച്ചത്തിനൊക്കെ വേണം എന്ന് വെച്ചാൽ നമ്മൾ പൂർണ്ണരായി തീർന്നല്ല, പാപരഹിതമായ സിൻലെസ് പെർഫെക്ഷനൊക്കെ പാപരഹിതമായ പൂർണ്ണതയൊക്കെ കർത്താവിന്റെ വരവെങ്കിലേ ഉള്ളൂ എന്ന നമുക്കുള്ള വെളിച്ചത്തിന് ഒരു നല്ല മനസാക്ഷിയോടെ കർത്താവ് തന്ന വെളിച്ചത്തില് പാപത്തെ ജയിച്ചുകൊണ്ട് ജീവിക്കാൻ ആ ഒരു കർത്താവ് നടന്നതുപോലെ അധികമായിട്ട് നടക്കുവാനൊക്കെ കൃപ നമ്മളെ ശക്തിപ്പെടുത്തും. അപ്പൊ അത് 8ാമത്തെ കാര്യം, പാപത്തെ ജയിക്കാനായിട്ടാണ്. ഈ കൃപയ്ക്ക് എത്ര കളർ ഉണ്ടെന്ന് ചോദിച്ചാല് കൃപയ്ക്ക് എത്ര കളറുണ്ട്? ഒന്ന് പത്രോസ് അതാ 9ാമത്തെ കാര്യം ഞാൻ പറഞ്ഞു തന്നെ. 9ാമത്തെ കാര്യം മൾട്ടി കളേർഡ് ഗ്രേസ് ആണ്. മൾട്ടി കളേർഡ് ഗ്രേസും അങ്ങനെ ഒരു വാക്യമുണ്ട് സഹോദര. 1 പത്രോസ് 4 8ാമത്തെ വാക്യത്തില് കൃപയ്ക്ക് ഒത്തിരി കളർ ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് പക്ഷേ നമ്മുടെ പരിഭാഷയിൽ അത്ര ക്ലിയർ അല്ലെന്നേ ഉള്ളൂ. ഗ്രീക്കില് അത് അങ്ങനെ എഴുതിയിരിക്കുന്നത് മൾട്ടി കളേർഡ്, മെനി കളേർഡ് എന്നുള്ളൊരു വാക്ക് അവിടെ ഉപയോഗിച്ചത്, മെനിഫോൾഡ് ഗ്രേസ്. അതാ 1 പത്രോസ് 4 8ാമത്തെ വാക്യം. 4 8 ഞാൻ നോക്കട്ടെ, 10ാമത്തെ വാക്യം എന്ന് തോന്നുന്നു. സോറി 8 10ാമത്തെ വാക്യം. 1 പത്രോസ് 4 10ാമത്തെ വാക്യത്തില് എന്താ നമ്മൾ വായിക്കുന്നത്? മെനിഫോൾഡ് ഗ്രേസ് ഓഫ് ഗോഡ്. ഓരോരുത്തരും വരം ലഭിച്ചതുപോലെ വിവിധമായുള്ള അല്ലെങ്കിൽ മെനിഫോൾഡ് എന്നുള്ള വാക്ക് പോയിക്കലോസ് എന്നുള്ള ഒരു വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ഓഫ് വേരിയസ് കളേഴ്സ്. പോയിക്കലോസ് എന്നുള്ള വാക്കിന് അർത്ഥം വേരിയസ് കളേഴ്സ്. അതായത് ഒരു മഴവില്ലിന് 7 കളർ എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഓരോ സാഹചര്യത്തിലും മതിയായതായിട്ടുള്ളൊരു കൃപ. നമ്മൾ ആ 2 Corinthians 12:9 മൈ ഗ്രേസ് ഇസ് സഫിഷ്യന്റ് ഫോർ യു. മതിയായതായിട്ടുള്ള, ഇപ്പം ഒരു 100 രൂപയുടെ സാധനം വാങ്ങിക്കാൻ ഞാൻ കുഞ്ഞുങ്ങളെ കടയിലോട്ട് പറഞ്ഞു വിടുവാണെങ്കിൽ ഞാൻ 5 രൂപ കൊടുത്തിട്ട് 100 രൂപയുടെ സാധനം വാങ്ങിക്കാൻ പറഞ്ഞു വിട്ടാൽ അത് മതിയായതാണോ? അല്ല. അവിടെ ചെന്നിട്ട് പോയൊരു വേഗത്തിൽ തിരിച്ചു വരും. എന്നിട്ട് പറയും ഈ കാശ് തികയത്തില്ല അച്ഛാ എന്ന് പറയും. അപ്പം 100 രൂപയുടെ സാധനം വാങ്ങിക്കാൻ വിട്ടാൽ 100 രൂപ അത് ജസ്റ്റ് സഫീഷ്യന്റ് അല്ല, അബൗണ്ടിങ് ഗ്രേസ് ആണെന്ന് പിന്നെ നമ്മൾ വായിക്കുന്നുണ്ട്. അതായത് 100 രൂപയുടെ സാധനം വാങ്ങിക്കാൻ 200 രൂപ തന്നു വിടുന്ന ഒരു സ്നേഹനിധിയായ പിതാവിനെയാണ് നമ്മൾ വചനത്തിൽ കാണുന്നത്. അപ്പൊ അതാ മെനിഫോൾഡ് ഗ്രേസ്. നമ്മള് മെനിഫോൾഡ് വിസ്ഡം എന്നുള്ളൊരു കാര്യം നമ്മൾ എഫേസ്യർ 3:6 വാക്യത്തിലൊക്കെ ദൈവത്തിന്റെ വിവിധമായിട്ടുള്ള മെനിഫോൾഡ് മൾട്ടി കളേർഡ് വിസ്ഡം നമ്മളവിടെ എഫേസ്യർ 3:6 സഭയിലൂടെ ദൈവത്തിന്റെ ജ്ഞാനത്തെ കുറിച്ചൊക്കെ നമ്മൾ കുറച്ച് ആഴ്ചകൾ മുമ്പ് നമ്മൾ സംസാരിച്ചായിരുന്നു. അവിടെ മൾട്ടി കളേർഡ് എന്ന് അർത്ഥമുള്ള ഒരു വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ആ ഒരു പല കളറുള്ള വിസ്റ്റം, ആ ഒരു മഴവില്ലിന് 7 കളർ എന്ന് പറഞ്ഞതുപോലെയുള്ള നമ്മുടെ ഓരോ സാഹചര്യങ്ങൾക്കും വേണ്ടുന്നതായിട്ടുള്ള, നമുക്കിപ്പോൾ നമ്മളൊരു രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്നു, ഒരു സാമ്പത്തിക ഞെരുക്കത്തിലൂടെ, അല്ലെങ്കിൽ ഒരു തെറ്റിദ്ധാരണയിലൂടെ, വല്ലാതൊരു പ്രയാസത്തിലൂടെ, അല്ലെങ്കിൽ ഒരു നിരാശപ്പെടാവുന്ന ചില സാഹചര്യങ്ങൾ, അപ്പൊ അവിടെയൊക്കെ ദൈവത്തിന്റെ വിവിധങ്ങളായിട്ടുള്ള ആ ഒരു കൃപ, ആ ഒരു നമ്മളെ ശക്തിപ്പെടുത്തുന്ന ഒരു കൃപ. ഇപ്പൊ നമുക്ക് വേറൊരാളോട് കർത്താവിനെ കുറിച്ച് പറയണം, അല്ലെങ്കിൽ പാപത്തെ ജയിക്കണം, ഓരോത്തിനും തക്കതായിട്ടുള്ള കൃപ, വേണ്ടുന്നതായിട്ടുള്ള ഒരു തക്കതായിട്ടുള്ള ആപ്റ്റായിട്ടുള്ള കൃപ, പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മളെ ശക്തിപ്പെടുത്തുന്ന ഒരു കൃപ. അതാ നമ്മൾ 9ാമത്തെ കാര്യം വായിച്ചത്. 10ാമത്തെ കാര്യം എന്താന്ന് ചോദിച്ചാൽ നമ്മളുടെ വാക്കുകള് കൃപയുടെ വാക്കുകളായിരിക്കണം. കർത്താവിന്റെ വാക്കുകൾ ലാവണ്യ വാക്കുകൾ എന്ന് നമ്മൾ ലൂക്കോസ് 4:22 നമ്മൾ വായിക്കുന്നുണ്ട്. ഞാൻ 12 കൊണ്ട് നിർത്താം. 12 കൊണ്ട് നിർത്താന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ എത്ര പോയിന്റായി? 10ാമത്തെ പോയിന്റായി. ലൂക്കോസ് 4:22 എന്താ നമ്മൾ വായിക്കുന്നില്ല? അവന്റെ ലാവണ്യ വാക്കുകൾ കേട്ട് കർത്താവിന്റെ അസ്ത്രത്തിൽ ആദ്യമായിട്ട് സംസാരിച്ചപ്പോ എല്ലാവരും അവനെ പുകഴ്ത്തി അവന്റെ വായിൽ നിന്ന് പുറപ്പെട്ട ലാവണ്യ വാക്കുകൾ നിമിത്തം ആശ്ചര്യപ്പെട്ടു. ആ ലാവണ്യ വാക്കുകൾ എന്നുള്ളത് ഗ്രേഷ്യസ് വേർഡ്സ് എന്ന NASB ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന അവിടെ കാരസ് എന്നുള്ള വാക്ക്, വേർഡ്സ് ഓഫ് ഗ്രേസ് എന്ന് കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ട്, കർത്താവിന്റെ വാക്കുകൾ എങ്ങനെയുള്ളതായിരുന്നു? കൃപയുള്ള വാക്കുകളായിരുന്നു. ലാവണ്യ വാക്കുകൾ എന്ന് പറയുമ്പോൾ കൃപയുള്ള കാരസ്, ലോഗോസ് എന്ന് പറഞ്ഞാൽ വാക്കുകള്, കാരസ് എന്നുള്ള വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അപ്പൊ കർത്താവ് കൃപയുള്ള വാക്കുകളാണ് കർത്താവ് സംസാരിച്ച്, നമ്മളെങ്ങനെയാ സംസാരിക്കണ്ടേ? കൃപയില്ലാത്ത വാക്കുകളാണോ? എഫേസ്യർ 4:29 വാക്യം നമ്മൾ എപ്പോഴും പറയാറുണ്ട്, കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കുമാറ്. അത് വാക്ക് എത്രമാത്രം, അതായത് അത് കൃപ എന്ന് പറഞ്ഞാൽ എന്താ? ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി കേൾക്കുന്നവർക്ക് നമ്മെ തന്നെ താഴ്ത്തിക്കൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ പരിശുദ്ധാത്മ നമ്മളിൽ നിന്ന് നിറഞ്ഞുകൊണ്ടേ ഇരിക്കുകയും നമ്മുടെ വാക്കുകളിലൂടെ മറ്റുള്ളവർക്ക് പരിശുദ്ധാത്മാവിന്റെ ഒരു ശക്തിയാണ് പകരപ്പെടുന്നത്. പത്രോസ് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ കൊർന്നേലിയസിന്റെ ഭവനക്കാരൊക്കെ പരിശുദ്ധാത്മ ലഭിച്ചു എന്നൊക്കെ നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 10ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞ പോലെ ഇവിടെ എഫേസ്യർ 4:29 എന്താ? കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയവർദ്ധനവയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. അപ്പം നമ്മൾ വായിൽ നിന്ന് ആകാത്ത വാക്ക് വരുന്നതിന്റെ കാരണം എന്താ? നമ്മൾ നിഗളികളായതുകൊണ്ടാണ്. നമ്മൾ നിഗളിച്ചിരിക്കുന്നതുകൊണ്ട് എന്ത് പറ്റും? ജഡത്തിൽ നിന്നുള്ള വാക്കുകളായിരിക്കും പുറത്തു വരുന്നത്. നമ്മൾ താഴ്മയോടെ ഇരിക്കുമ്പോൾ പരിശുദ്ധാത്മ, ശരിയാണ്, ചില സമയത്ത് നമ്മൾ കാർക്കശ്യത്തോടെ ഫേം ആയിട്ടൊക്കെ ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. പക്ഷെ എങ്കിലും ഇതൊരു ജഡത്തിന്റെ ഒരു ഇറിറ്റേഷനിൽ നിന്നുള്ള ഒരു കാര്യമല്ല, ജഡത്തിന്റെ ഒരു മുറിപ്പെടലിൽ നിന്നുള്ള ഒരു കാർക്കശ്യമല്ല, മറിച്ച് ആത്മാവിൽ നിന്നുള്ള ഒരു കാർക്കശ്യത്തോടെ നമുക്ക് സംസാരിക്കാൻ ചില കാര്യങ്ങൾ ഫേം ആയിട്ട് പറയേണ്ടത് എന്ന്
അവിടെ ഒരു കൃപയുണ്ട്. കർത്താവ് സർപ്പസന്തതികളെ വിളിച്ച് അവരെ ഭർസിക്കുമ്പോഴും വഴക്ക് പറയുമ്പോഴും എല്ലാം ഉണ്ട്. എന്താ അതും കൃപയുടെ വാക്കുകൾ തന്നെയായിരുന്നു. അവിടെ കൃപ കുറഞ്ഞു പോയൊന്നുമില്ല. അവിടെ കർത്താവിന്റെ ജീവിതത്തിലെ കൃപ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. അളവില്ലാതെ കർത്താവ് കൃപ കൊടുത്തു. പിന്നെ ഗോസ്പലിനെ കുറിച്ചും ഈ രണ്ട് കാര്യം കൂടെ അങ്ങ് പറഞ്ഞു നിർത്താം. 11-ാമത്തെ കാര്യം, 10 കാര്യങ്ങൾ എത്തി. 11-ാമത്തെ കാര്യം, നമ്മളുടെ സുവിശേഷം എന്തിന്റെ സുവിശേഷമാണ്? കൃപയുടെ സുവിശേഷമാണ്. അത് ആദ്യന്തം, അത് അപ്പോസ്തലപ്രവൃത്തി 20-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യത്തില്, അപ്പോസ്തലപ്രവൃത്തികൾ 20-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യത്തിൽ ഗോസ്പൽ ഓഫ് ദി ഗ്രേസ് ഓഫ് ഗോഡ്, ഞാൻ എന്റെ പ്രാണനെ വിലയുള്ളതായിട്ട് എണ്ണുന്നില്ല എന്നൊക്കെ പൗലോസ് പറഞ്ഞിട്ട്, അതിന്റെ 20-ന്റെ 24-ാമത്തെ വാക്യം, എങ്കിലും ഞാൻ എന്റെ പ്രാണനെ വിലയേറിയതായിട്ട് എണ്ണുന്നില്ല. അപ്പോസ്തലപ്രവൃത്തി 20-ന്റെ 24, എന്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവ് യേശു തന്ന ശുശ്രൂഷയും തികയ്ക്കണമെന്നേ ഉള്ളൂ. ദൈവകൃപയുടെ സുവിശേഷം. നമ്മൾ രക്ഷിക്കപ്പെട്ടതിന് ദൈവകൃപയാല, നമ്മളെ പാപത്തെ ജയിക്കുന്നതും ദൈവകൃപയാല, കർത്താവിന്റെ കൃപയാല നമ്മള് ഇനിയിപ്പം മറുരൂപപ്പെടാൻ പോകുന്നത്, അതെല്ലാം ദൈവകൃപയുടെ സുവിശേഷം. ആ ഒരു രാജ്യത്തിന്റെ സുവിശേഷം എന്നൊക്കെ മത്തായി 24-14 പറയുന്നുണ്ട്. ആ രാജ്യത്തിന്റെ സുവിശേഷം തന്നെയാണ് ആ ഒരു അർത്ഥത്തില് ദൈവകൃപയുടെ സുവിശേഷം. പാപക്ഷമ അതിന്റെ ഒരു ആരംഭഘട്ടം മാത്രമാണ്. ഇന്ന് പലപ്പോഴും നമ്മൾ സുവിശേഷം എന്ന് പറയുന്നത് നമ്മൾ പാപക്ഷമ, വിശ്വാസികൾ നമ്മൾ അതാ പറയണ്ടേ. എന്നാൽ അത് കഴിഞ്ഞിട്ട് വിശ്വാസികൾക്കും എന്താ ഉണ്ട്? ഒരു സുവിശേഷത്തിന്റെ ഒരു പൂർണ്ണ സുവിശേഷമുണ്ട്. എന്താ? ഫുൾ ഗോസ്പൽ എന്ന് പറഞ്ഞാൽ പാപത്തെ ജയിച്ച് കർത്താവിനെ പോലെ കർത്താവിന്റെ സ്വരൂപത്തിലേക്ക് അനുരൂപപ്പെടുന്ന ഒരു സുവിശേഷം. അതാ ദൈവകൃപയുടെ സുവിശേഷം. അതാ നമ്മൾ 11-ാമത്തെ കാര്യം. പിന്നെ കൃപയെക്കുറിച്ച് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വേഴ്സ് എന്ന് സാക്രബോധന് പറഞ്ഞായിട്ട് വായിച്ച ഒരു വാക്യം, അതും കൂടെ പറഞ്ഞ് ഞാനങ്ങ് നിർത്താം. അതാ ടോട്ടാലിറ്റി ഓഫ് ഗ്രേസ്, 12-ാമത്തെ കാര്യം അതും കൂടെ പറഞ്ഞങ്ങ് നിർത്താം. എന്താ? 2 കൊരിന്ത്യർ 9-ാം അധ്യായത്തിന് 8-ാമത്തെ വാക്യത്തിലെ കൃപയെക്കുറിച്ച് ഏറ്റവും ടോട്ടാലിറ്റി, പൂർണ്ണതയെ കുറിക്കുന്ന 7 കാര്യങ്ങൾ. 7 അക്കം തന്നെ പൂർണ്ണതയുടെ അക്കമാണെന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ചകളൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പൊ 2 കൊരിന്ത്യർ 9-ന്റെ 8-ാമത്തെ വാക്യം വായിച്ച അവിടെ 7 തവണ കൃപയെ കുറിച്ച് പറയുമ്പോൾ പൂർണ്ണതയെ സൂചിപ്പിക്കുന്ന, ടോട്ടാലിറ്റിയെ സൂചിപ്പിക്കുന്ന വാക്കുകൾ. എന്താ? 2 കൊരിന്ത്യർ 9-ന്റെ 8, നിങ്ങൾ സകലത്തിലും. അപ്പൊ ഒന്നാമത്തെ സകലത്തിലും എന്ന് പറയുന്നത് ടോട്ടാലിറ്റിയെ കുറിക്കുന്നത്. സകലത്തിലും എപ്പോഴും, രണ്ടാമത്തെ പൂർണ്ണ തൃപ്തിയുള്ള, അല്ലെങ്കിൽ പൂർണ്ണ പര്യാപ്തത, സഫിഷ്യൻസി, പര്യാപ്തത. ഒട്ടോർക്കി എന്ന് പറഞ്ഞൊരു പദമാണ്. അപ്പം തൃപ്തി എന്ന് പറയുമ്പോൾ പര്യാപ്തത എന്നുള്ളൊരു അർത്ഥം കൂടെ, സഫിഷ്യൻസി. പക്ഷെ പൂർണ്ണ പര്യാപ്തതയുള്ളവരായി നമുക്ക് പൂർണ്ണ ബലം, പര്യാപ്തതയുള്ളവരായി. 3-ാമത്തെ വാക്കായി സകല സൽപ്രവൃത്തിയിലും. 4-ാമത്തെ വാക്കായി സകല. പിന്നെ പെരുകി, അത് 5-ാമത്തെ വാക്ക്, പെരുകി വരുമാറ് നിങ്ങളിൽ സകല കൃപയും. 6-ാമത്തെ വാക്കായി പെരുക്കുവാൻ ദൈവം ശക്തനാകുന്ന. 7-ാമത്തെ വാക്കായി God is able to make all grace abound to you, so that always having all sufficiency in everything you may have an abundance for every good deed. 7 കാര്യങ്ങളായി. അപ്പൊ എന്താ അവിടെ പറഞ്ഞു വരുന്നത്? എന്തോ വലിയ വലിയ കാര്യം എന്ന് പറഞ്ഞു അതുകൊണ്ടൊക്കെ പറഞ്ഞു തീർത്തു. എന്താ? എല്ലാത്തിനും, നമുക്ക് ഏതൊരു കാര്യത്തിനും, സകല സൽപ്രവൃത്തിക്ക്, എല്ലാത്തിനും എപ്പോഴും പൂർണ്ണ പര്യാപ്തതയോടെ. ഏതൊരു വല്ലാത്തൊരു പ്രതിസന്ധി വരും നമ്മുടെ ജീവിതത്തിൽ, വല്ലാതൊരു പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വല്ലാത്തൊരു ട്രയൽ, ഒരു പ്രതിസന്ധി, ഒരു പ്രതികൂലം, അല്ലെങ്കിൽ ഒരു പ്രലോഭനം വരുന്നു. ആ സമയത്ത് ദൈവത്തിന്റെ കൃപയുടെ ഒരു സമൃദ്ധി നമുക്കുണ്ടെങ്കിൽ അതൊരു ജസ്റ്റ് സഫിഷ്യൻസി അല്ല, അത് എബൗണ്ടിങ് സഫിഷ്യൻസി. അതായത് 100 രൂപയുടെ സാധനം വാങ്ങിക്കാൻ കർത്താവ് 200 രൂപ തന്നുവിടുന്ന കർത്താവ്. അതാ മൈ ഗ്രേസ് സഫിഷ്യന്റ് പോയി എന്ന് പറയുമ്പോൾ 100 രൂപയുടെ സാധനം വാങ്ങിക്കാൻ 100 രൂപ തന്നുവിടുന്നത് നമ്മൾ വിചാരിക്കുന്ന 200 രൂപ സഫിഷ്യന്റ് അല്ല, എബൗണ്ടിങ് സഫിഷ്യൻസി. അത് നമ്മളിവിടെ പറയുന്നത് പൂർണ്ണ പര്യാപ്തത. അതാ ഇൻ ഓൾ സഫിഷ്യൻസി, നോട്ട് ജസ്റ്റ് സഫിഷ്യന്റ്. മൈ ഗ്രേസ് ഇസ് ജസ്റ്റ് സഫിഷ്യന്റ് ഫോർ യു അല്ല, ഓൾ സഫിഷ്യന്റ് ആണെന്ന് ഇവിടെ വായിക്കുന്നത്. നമ്മൾ അതുപോലെ നമ്മൾ തന്നെ അങ്ങ് താഴ്ത്തി കൊടുത്താൽ മതി. എപ്പോഴും പൂർണ്ണ പര്യാപ്തതയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും. ഓരോ സമയത്തും എന്ത് ഞാൻ ചിന്തിക്കണം, പറയണം, ചെയ്യണം, ആ എല്ലാ സൽപ്രവൃത്തിയിലും പെരുകി വരുമാറ്, അത് വർദ്ധിച്ച് വരുമാറ് നിങ്ങളിൽ എല്ലാ കൃപയും, മെനിഫോൾഡ് ഗ്രേസ്, പല പല കളറിലുള്ള പല പല സിറ്റുവേഷൻ നമുക്ക് വേണ്ടുന്ന ആ സകല കൃപയും പെരുക്കുവാൻ, അത് അധികമായിട്ട് വരാൻ ദൈവം ശക്തനാണ്. ഗോഡ് ഈസ് ഏബിൾ എന്നുള്ളൊരു കാര്യം. അപ്പം ഗോഡ് ഈസ് ഏബിൾ, ആർ വി വില്ലിങ് എന്നുള്ളതാണ്. ആർ വി വില്ലിങ് ടു ഹംബിൾ അവർസെൽവ്സ്. കർത്താവേ, അവിടുത്തെ ഈ കൃപ, എത്ര വലിയൊരു കൃപയാണ്. ഞാൻ തന്നെ ഇന്നലെ രാത്രി ഈ കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതിയിടുമ്പോൾ ഇത്രയും വലിയ കൃപയാണല്ലോ കർത്താവേ. ദൈവത്തിന് നമ്മൾ പലപ്പോഴും ആ ദൈവകൃപ എന്നങ്ങനെ നമ്മൾ ലാഘവത്തോടൊക്കെ പറഞ്ഞു പോകും. പക്ഷേ ദൈവജനത്തിന് ആഴങ്ങളിലേക്ക് നോക്കുമ്പോൾ ഈ ഒരു 12 കാര്യങ്ങൾ ഞാനൊന്ന് റിപ്പീറ്റ് ചെയ്യുന്നില്ല, സമയക്കുറവുണ്ട്. ഇത്രയും വലിയൊരു കൃപയാണല്ലോ കർത്താവേ എനിക്ക് തന്നിരിക്കുന്നത്. ഞാൻ രക്ഷിക്കപ്പെടുന്നത് മുതൽ ഞാൻ വളരുന്നതും പാപത്തെ ജയിക്കുന്നതും കർത്താവിനെ പോലെ ആവുന്നതും ഓരോ സാഹചര്യങ്ങൾ നേരിടുന്നതും
ഞാൻ സംസാരിക്കേണ്ടതും കർത്താവ് ഈ ദൈവകൃപയുടെ സംസാര വാക്കുകളായിരിക്കണം. എൻ്റെ പ്രവൃത്തികൾ ദൈവകൃപയുടെ പ്രവൃത്തികളായിരിക്കണം. അപ്പൊ അവിടുന്നാണ് എല്ലാം ചെയ്യുന്നത് കർത്താവേ. അവിടുത്തെ ആ ശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തി എൻ്റെ അകത്തെ മനുഷ്യനിലേക്ക്, ഹൃദയത്തിലേക്ക്, ആത്മാവിലേക്ക് ഈ പരിശുദ്ധാത്മ ശക്തി പകർന്ന് അത് നിറഞ്ഞു കവിഞ്ഞ് എൻ്റെ ദേഹിയിലൂടെ എന്ന് പറയുമ്പോൾ എൻ്റെ വാക്കുകൾ, എൻ്റെ ചിന്തകളും വികാരങ്ങളും എൻ്റെ ചിന്തകളും വികാരങ്ങളും തീരുമാനങ്ങളും ഒക്കെ എൻ്റെ ദേഹിയിലുള്ള അതെല്ലാം ഈ കൃപയാൽ നിയന്ത്രിക്കപ്പെട്ട് എൻ്റെ ദേഹത്തിലൂടെ വരുന്ന പ്രവൃത്തികൾ, എൻ്റെ നോട്ടങ്ങളോ എൻ്റെ ചെയ്തികളോ ഞാൻ പറയുന്ന കാര്യങ്ങളോ ചെയ്യുന്ന കാര്യങ്ങളോ ഒക്കെ ദൈവകൃപ, മറ്റുള്ളവരിലേക്ക് ദൈവകൃപ എൻ്റെ വാക്കുകളിലൂടെയും നോട്ടത്തിലൂടെയും പ്രവൃത്തികളിലൂടെയൊക്കെ മറ്റുള്ളവരിലേക്ക് ദൈവകൃപ ലഭിക്കുവാൻ തക്കവണ്ണം അങ്ങനെ കർത്താവേ ആ സകല കൃപയും പെരുക്കുവാൻ അവിടത്തേക്ക് കഴിയും. അതിനായിട്ട് ഞാൻ എന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. നമുക്ക് പറയാം, കർത്താവ് വലിയൊരു കൃപയുടെ സമൃദ്ധി നമുക്ക് തരട്ടെ. ആ കൃപയുടെ സമൃദ്ധിയിൽ കർത്താവിൽ നമ്മൾ വാഴുവെന്നൊക്കെയാ, ജീവനിൽ വാഴുവെന്നൊക്കെയാ നമ്മൾ 5:17 കണ്ട് ആ ഒരു കൃപയിൽ വാഴുവാൻ, കൃപയിൽ വാഴുവാൻ, കൃപ നമ്മളിൽ വാഴുന്നതിനെ കുറിച്ചൊക്കെ 5:21 നമ്മൾ കണ്ടു. ഇത് ഭയങ്കര ഒരു എക്സോസ്റ്റീവ് ബൈബിൾ സ്റ്റഡി ആയി പോകുന്ന കാര്യം എനിക്കറിയാം. ഇത് വീണ്ടും വീണ്ടും ഒന്ന് ദഹിക്കണമെങ്കിൽ വീണ്ടും ചൂസ് ചെയ്യണം. നിങ്ങളെ വീട്ടിൽ ചെന്ന റെഫറൻസസ് ഒക്കെ ഒന്ന് നോക്കി വീണ്ടും ആ വചനങ്ങളൊക്കെ ഒന്ന് വായിച്ച് നായനിറത്ത് ന്യൂറുമിനേറ്റ് ചെയ്താൽ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ നമുക്ക് അതിൻ്റെതായ പൂർണ്ണതയിൽ, പൂർണ്ണത നമ്മൾ ഗ്രഹിക്കുന്ന അങ്ങേ ഉള്ളൂ. എന്നാൽ അധികമായിട്ട് കൂടുതൽ ഈ പറഞ്ഞ കാര്യങ്ങളും കേട്ട കാര്യങ്ങളും ഒക്കെ ഒന്ന് ഗ്രഹിക്കാൻ കർത്താവിന് നമ്മുടെ കണ്ണുകളെ തുറക്കണം. എത്ര വലിയൊരു കൃപയാണ്. അപ്പൊ ആ കർത്താവിനായിട്ട് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് തുടർന്ന് നമ്മളുടെ സൗകര്യങ്ങളിൽ നിന്ന് കേൾക്കാം. നമുക്ക് 177 പാട്ട് നമുക്ക് പരിചയമുള്ള പാട്ട്. എന്നാൽ അത് കൃപയുടെ ഒരു പാട്ട്. കൃപയേറുന്ന കർത്താവിലാണ് നമ്മുടെ വിശ്വാസം. അതുകൊണ്ട് ഹൃദയത്തിൽ എത്ര നല്ല ആശ്വാസമാണ്. ദുരിതങ്ങൾ നിറയുന്ന ഈ ഭൂവാസം അതെല്ലാം കൃപയാൽ മനോഹരമായി, അതായത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെട്ടെന്ന് കളറായി എന്ന് പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിന്റെ പല ദുരിതങ്ങള്, പ്രയാസങ്ങള് ഒക്കെ വന്ന് നിറയുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തി, ദൈവകൃപ നമ്മളിലേക്ക് വന്ന് നിറയുമ്പോൾ അതെല്ലാം മനോഹരമായിട്ട് കർത്താവിനെ പോലെ നമ്മളെ ആക്കി തീർക്കുന്ന ദൈവകൃപയുടെ വിവിധ വർണ്ണങ്ങള്, ഇതിന്റെ കളേഴ്സ് പോലെ അത് മൾട്ടി കളേർഡ് ആക്കി തീർക്കുന്നത് പോലെ ബഹുവിധമായ മൾട്ടി കളേർഡ് പോയിക്കലോസ് കാരസ്, മൾട്ടി കളേർഡ് ഗ്രീസ്, ഓരോ സമയത്തും വേണ്ടതായിട്ടുള്ള ദൈവകൃപ നമുക്ക് പാപത്തെ ജയിക്കാനാകട്ടെ, നമുക്ക് നമ്മളുടെ ഓരോ ഉത്തരവാദിത്തങ്ങൾ ചെയ്യാൻ, നമുക്ക് പഠിക്കാൻ, ജോലി ചെയ്യാൻ, ഓരോ കാര്യങ്ങളും നമുക്ക് സഹോദരിമാർക്ക് ഒരു പക്ഷേ അടുക്കളയിൽ ജോലി ചെയ്യാനായിരിക്കും ചിലപ്പോൾ വീട്ടിലെ ചില ഉത്തരവാദിത്തങ്ങൾ, സഹോദരന്മാർക്ക് വേറെ പല ഉത്തരവാദിത്തങ്ങളും, ജോലിയുടെ കാര്യങ്ങളും, പല സമ്മർദ്ദങ്ങളും, നമ്മുടെ ആവശ്യം, നമ്മുടെ നീഡ് എന്താണോ എന്ന് നമ്മളുടെ നീഡിന് ഓഫ്ലോ ചെയ്യുന്ന ഒരു ഗ്രേസ്, അതിനെല്ലാം കവിയുന്ന ഒരു കൃപ ദൈവം നമുക്ക് തരും. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എന്നാൽ നമ്മളെ നമ്മത്തിന് താഴ്ത്തി കൊടുക്കണം. കൃപയേറുന്ന കർത്താവിലാണ്, കർത്താവിൽ നിന്ന് കൃപമേൽ കൃപ പ്രാപിച്ചിരിക്കുന്നു എന്നൊക്കെ നമ്മൾ യോഹന്നാൻ 1:16 നമ്മൾ വായിക്കുന്നു. കർത്താവിലേക്ക് നമ്മൾ കൃപാസനങ്ങളിലേക്ക് ചെല്ലുമ്പോൾ കൃപമേൽ കൃപ ലഭിക്കും. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കർത്താവ് നമുക്ക് അളവില്ലാതെ തരും. അത് കൃപ എന്ന് ഒന്നിനാശ്രയം, കൃപ എന്ന് ആനന്ദം എന്നൊക്കെ നമ്മൾ പാടുന്നു. ബലഹീനതയിൽ ബലമേകുന്ന കൃപ, താഴ്ചയിൽ ഓർക്കുന്ന കർത്താവിൻ്റെ കൃപ, പ്രതികൂലങ്ങൾ വന്നാലും അനുകൂലമായിട്ട് നിൽക്കുന്ന കർത്താവ് കൃപയാൽ നടത്തും എന്നുള്ള ഒരു വിശ്വാസത്തോടെ ഇനിയുള്ള നാളുകളിൽ ഇതുവരെ ഞാൻ അനുഭവിച്ചിട്ടുള്ളതിൽ അധികമായിട്ടുള്ള ദൈവകൃപ ഇതിൽ വന്ന് നിറയട്ടെ എന്നുള്ള ഒരു താഴ്മയോടെ, ഓപ്പൺനെസ്സോടുകൂടി, സമർപ്പണത്തോടെ നമുക്ക് കർത്താവിനെ നോക്കി സന്തോഷത്തോടെ, നന്ദിയോടെ നമുക്ക് പാടാം. കൃപയേറും കർത്താവിലെ വിശ്വാസം, അതിനാൽ ഹൃദയന്തു നല്ല ആശ്വാസം, ദുരിതങ്ങൾ നിറയുമീ ഭൂവാസം, കൃപയാൽ മനോഹരമായി, ദുരിതങ്ങൾ നിറയുമീ ഭൂവാസം, കൃപയാൽ മനോഹരമായി, കൃപയുന്നെൻ ആശ്രയം, ഹല്ലേലൂയ, കൃപയുന്നെൻ ആനന്ദമായി, വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും, വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും, ബലഹീനതയിൽ
നല്ല ബലമേകും മരുഭൂമിയിലാനന്ദ തണലാകും ഇരുൾ പാതയിലനുദിനം ഒളി നൽകും കൃപയും നിന്നാശ്രയമായി ഇരുൾ പാതയിലനുദിനം ഒളി നൽകും കൃപയും നിന്നാശ്രയമായി കൃപയും നിൻ ആശ്രയം ഹല്ലേലൂയ കൃപയും നിൻ ആനന്ദമായി വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപമതിയെന്നാളും വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപമതിയെന്നാളും എന്റെ താഴ്ചയിലവനെന്നെ ഓർത്തല്ലോ ഘോരവൈരി ബലമവൻ തകർത്തല്ലോ തന്റെ കൈകളിൽ അവനെന്നെ ചേർത്തല്ലോ സ്തോത്രഗീതം പാടിടും ഞാൻ തന്റെ കൈകളിൽ അവനെന്നെ ചേർത്തല്ലോ സ്തോത്രഗീതം പാടിടും ഞാൻ കൃപയും നിൻ ആശ്രയം ഹല്ലേലൂയ കൃപയും നിൻ ആനന്ദമായി വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപമതിയെന്നാളും വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപമതിയെന്നാളും പ്രതികൂലങ്ങൾ അനവധി വന്നാലും അനുകൂലമെനിക്കവനെന്നാളും തവ ജീവനെ തന്നവനിനിമേലും കൃപയാൽ നടത്തുമെന്നെ തവ ജീവനെ തന്നവൻ ഇനിമേലും കൃപയാൽ നടത്തുമെന്നെ കൃപയും നിൻ ആശ്രയം ഹല്ലേലൂയ കൃപയും നിൻ ആനന്ദമായി വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപമതിയെന്നാളും വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപമതിയെന്നാളും അതെ കർത്താവേ, അവിടുത്തെ കൃപമതി എന്നെല്ലാം പ്രതികൂലങ്ങളോ പ്രയാസങ്ങളോ കാര്യങ്ങളോ എന്തെല്ലാം വന്നാലും കർത്താവേ, അവിടുത്തെ ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഞങ്ങളുടെ ഹൃദയങ്ങളെ ഞങ്ങളുടെ ആത്മാവിനെ ശക്തിപ്പെടുത്തുന്ന ഞങ്ങളുടെ അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തുന്ന അവിടുത്തെ ആ ശക്തി മതിയല്ലോ എല്ലാത്തെയും ജയിക്കുവാനുള്ള ആ ഒരു ശക്തി. ആ കൃപയ്ക്ക് ഞങ്ങൾ അധീനരായിരിക്കുവാൻ തക്കവണ്ണം കർത്താവെ ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. കർത്താവെ, ആ കൃപ ഞങ്ങളുടെ മേൽ അളവില്ലാതെ ഒഴുക്കുവാനായി അവിടുന്ന് എത്രയധികം ആഗ്രഹിക്കുന്നു. എന്നാൽ പലപ്പോഴും ഞങ്ങളെ നിഗളിച്ച് ഞങ്ങളുടെ സ്വയബലത്തിൽ ഞങ്ങൾ തന്നെ മാറി മാറി കുതിരി പോവുകയാണല്ലോ കർത്താവ്. ഞങ്ങളെ തന്നെ ഈ പകൽക്കാലം വീണ്ടും താഴ്ത്തി ഏൽപ്പിക്കുന്നു. അവിടുത്തെ കൃപ അതിൻ്റെതായ കർത്താവെ അളവില്ലാത്ത സമൃദ്ധിയിൽ ലഭിക്കുവാൻ തക്കവണ്ണം കൃപമേൽ കൃപ പ്രാപിക്കുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് ലഭിച്ച കൃപ വ്യർത്ഥമായി പോകുന്നില്ല എന്ന് ആ 2 Corinthians 6:1 ഞങ്ങൾ വായിക്കുന്നത് പോലെ ഞങ്ങൾക്ക് ലഭിച്ച കൃപ വ്യർത്ഥമായി പോകാതെ വണ്ണം കർത്താവേ, അവിടുന്ന് ആ ഒരു എണ്ണ തരുമ്പോൾ അത് എരിയുവാൻ വേണ്ടിയുള്ള എണ്ണയാണ്. അത് വ്യർത്ഥമാക്കി കളയാതെ കർത്താവേ, ആ കൃപ അത് ഫുൾ യൂട്ടിലൈസ് ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ. പ്രപഞ്ചമുഖങ്ങളെയൊക്കെ വർദ്ധിച്ച് സുബോധത്തോടെ ജീവിക്കാൻ തക്കവണ്ണമുള്ള ദൈവകൃപ ഞങ്ങൾക്കൊന്നും കർത്താവെ പുകഴുവാനില്ലല്ലോ കർത്താവേ. എല്ലാം അവിടുത്തെ ദാനമാണ്. അവസാനം വെളിപ്പാട് പുസ്തകത്തിന്റെ അവസാനത്തെ വാക്യത്തിലും ദൈവകൃപ നിങ്ങളോട് കൂടി ഇരിക്കട്ടെ എന്ന് വെളിപ്പാട് 22-21 ആ ദൈവവചനത്തിന് അവസാനവും അത് കൃപയുടെ വചനമാണല്ലോ. കർത്താവേ, നന്ദി കർത്താവേ. ഞങ്ങളെ അന്ത്യത്തോളം നിത്യതയോളം നടത്തുന്ന അവിടുത്തെ ആ കൃപയ്ക്കായിട്ട് അവിടുത്തെ ശക്തിക്കായിട്ട് ഞങ്ങളെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഇല്ലായ്മയില് ഞങ്ങളുടെ ബലഹീനതയില് തെളിഞ്ഞു വരുന്ന വർദ്ധിച്ചു വരുന്ന പെരുകി വരുന്ന ആ
ആ ദൈവകൃപ അത് ഞങ്ങൾ ഒന്ന് നിറയട്ടെ. കർത്താവേ, അളവില്ലാതെ ഞങ്ങളെ ആത്മാവിനെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കും. എല്ലാവർക്കും കർത്താവിനെ സ്തുതിക്കാൻ നന്ദി പറയും. നന്ദി കർത്താവേ, നന്ദി. ഹല്ലേലൂയ. താങ്ക് യു ഫാദർ. പ്രൈസ് യു ലോർഡ്. സ്തുതിക്കുന്ന അവിടുത്തെ വചനത്തിനായിട്ട് നന്ദി കർത്താവേ. അവിടുന്ന് അളവില്ലാതെ കൃപയെ ഞങ്ങളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേലെ അവിടുത്തെ കൃപയാൽ ഞങ്ങൾ അളവില്ലാതെ നിറയ്ക്കണമേ. ഇതുവരെ ഞങ്ങൾ അനുഭവിച്ചിട്ടുള്ളത് അധികമായിട്ടുള്ള ദൈവകൃപ ഞങ്ങളിലേക്ക് പകരണമേ എന്ന് പ്രാർത്ഥിക്കും. സഭമേൽ പകരണമേ, ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ, ഞങ്ങളുടെ കുടുംബത്തിൽ പകരണമേ. കർത്താവേ, ഞങ്ങളുടെ സഭയിൽ പകരണം. കൃപയുടെ സാക്ഷികളായിട്ട് നിൽപ്പാൻ അവിടെ ഞങ്ങളെ സഹായിച്ച നന്ദി കർത്താവേ. നന്ദി. അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന ചെയ്ത് സ്തുതിക്കുന്നു. അവിടെ ചോദിക്കുന്നത് നിലയ്ക്കുന്നത് അതിന്റെ പരമായിട്ട് ചെയ്യുന്ന എല്ലാം യേശുവിനെ വിലയേറിയ മാതിരിയുള്ള നാട്ടിൽ തന്നെ. ആമേൻ.